ക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ സംവാദത്തിന് പോകരുത് എന്നൊരു ആയത്ത് വായിച്ചു. അതിന് കാരണമായിട്ട് വേറെ ആയത്തിൽ പറയുന്നു, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞവരോടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. കാരണം അവരുടെ ഇടയിൽ സന്യാസിമാരും പണ്ഡിതന്മാരുമുണ്ട്, അവർ അഹംഭാവം നടിക്കുന്നവരല്ല എന്ന് ഖുർആൻ 5:82 പറയുന്നു. 10:94 പറയുന്നു മുഹമ്മദിനോട്, നിനക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ ഈ അവതരിപ്പിച്ചതിൽ നിനക്ക് മുമ്പേ വേദം വായിച്ചു വരുന്ന യഹൂദ അതായത് പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത്, അതായത് ക്രിസ്ത്യാനികളോടും യഹൂദരോടും പോയി ചോദിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളൊരു ഡിസ്ക്ലൈമർ ഒക്കെ ആവുന്ന രീതിയിൽ വെക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സംവദിക്കാം. നമ്മുടെ സംവാദ വിഷയം ഇതായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പൊ വന്നതാണോ സലാം? അതെ അതെ, ഞാൻ പെട്ടെന്ന് വന്നപ്പോ ഞാൻ കയറിയതാ. പറഞ്ഞോ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്ന ഇതാണ്. ഖുറാൻ 4:171 പറയുന്നു, വേദക്കാരെ നിങ്ങൾ വായിക്കണമോ? ഞാൻ കാണാതെയാണ് പറയുന്നത്. പറയും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാലും മതി. വേദക്കാരെ, നിങ്ങൾ മതകാര്യത്തിൽ അതിര് കവിയരുത്, അള്ളാഹുവിന്റെ കാര്യത്തിൽ വ്യാജമായി പറയരുത്. മറിയമിന്റെ മകനായ മസീഹ് ഈസ അള്ളാഹുവിന്റെ വചനവും അവനൊരു അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ വചനവും അള്ളാഹുവിന്റെ ഒരു ആത്മാവുമാകുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ചോദിക്കാനിരുന്നിരുന്നത്, അള്ളാഹുവിന്റെ വചനം കലാമത്തുള്ള ഇത് സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? അത് സൃഷ്ടി അല്ലാതിരിക്കുന്നതാണോ? അതുകൂടാതെ കലീമത്തുള്ള ഓക്കെ, എന്റെ അറബി അത്ര പോരാ കേട്ടോ, ക്ഷമിക്കണമേ. അപ്പോൾ കലീമത്തുള്ളത്, അപ്പൊ ഈ കലീമത്തുള്ള വചനമായിട്ടുള്ള ഈ വചനം ഈസ എന്നുള്ളത് മനുഷ്യനായിട്ടല്ലേ ഭൂമിയിൽ ഉണ്ടായി വന്നിട്ടുള്ളത്? അല്ലേ? ഉളവായത് മനുഷ്യനായിട്ടാണോ അവതരിച്ചത് ഈസ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ? അപ്പൊ ഞങ്ങളുടെ ചോദ്യം, ഈ വചനമായിട്ടിരുന്ന സംഗതി എന്തുമാകട്ടെ, അതെങ്ങനെയാണ് ഈസ എന്നുള്ളൊരു മനുഷ്യനായി അവതരിച്ചത്? അങ്ങനെ ആകാൻ പറ്റുമോ അള്ളാഹുവിന്റെ ഈ വചനത്തിന്? പിന്നെ അള്ളാഹുവിന്റെ വചനം കൊണ്ടല്ലേ ഞാനും താങ്കളും എല്ലാവരും വന്നത്. അതെങ്ങനെയാണ്? അതെവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊക്കെ അള്ളാഹുവിന്റെ വചനത്തിലാണ് വന്നതെന്നൊന്ന് പറഞ്ഞു തന്നെ. അത് ഏത് ഖുർആൻ ആയത്തിലാണ് സലാമും സത്യയും ഒക്കെ ഉളവായിട്ടുള്ളതെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? സലാം അങ്ങനെയാണോ ജനിച്ചത്? പിന്നെ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വചനം എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കലിമത്ത്. താങ്കൾ നേരത്തെ തെറ്റിച്ച കാര്യമാണ്. കലിമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം, അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ ഒരു വാക്കെന്നല്ലല്ലോ കലീമത്തുള്ള വാക്കെന്നുള്ളതിന്റെ കലീമത്തുള്ള, അത് കലാം എന്നുള്ളതിൽ നിന്നല്ലേ വരുന്നത് ആ വാക്ക്? അല്ല, കലാമ് വേറെ, കലിമ വേറെ. ഗ്രാമർ എന്താണ് വ്യത്യാസം പറഞ്ഞ്? വാക്ക് എന്നാണ് പറയുന്നത്. വചനം എന്നാണല്ലോ ഈ തർജ്ജമകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. വചനം വാക്കന്നല്ലേ? ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണോ? ഖുർആൻ അള്ളാഹുവിന്റെ വചനമാ. ഓക്കെ, അത് സൃഷ്ടിയാണോ? അള്ളാഹുവിന്റെ സൃഷ്ടിയാണോന്നാ? ഖുർആനാ? അള്ളാഹുവിന്റെ വചനം. ഞാനിപ്പോ സംസാരിക്കുന്ന സംസാരം അല്ലല്ല, നമ്മൾ നമ്മുടെ അല്ലല്ലോ ചോദിക്കുന്നത്. ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനമാകുന്നു. അത് അള്ളാഹു സൃഷ്ടിച്ചതാണോ? താങ്കൾ ചോദ്യം എനിക്ക് വ്യക്തമാതില്ല. ഞാനിപ്പോ താങ്കളിപ്പോ എന്നോട് സംസാരിക്കുന്ന സംസാരം താങ്കളാണോ എന്നാ ചോദിക്കുന്നത്? അല്ലല്ല, അള്ളാഹു നമ്മുടെ അല്ലല്ലോ വിഷയം ഇവിടുത്തെ. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനമാണെന്ന് പറഞ്ഞു. ഈ വചനം അള്ളാഹു സൃഷ്ടിച്ചതാണോ അതോ സൃഷ്ടിയല്ലാതെ അള്ളാഹുവിനോടൊപ്പം ഉണ്ടായിരുന്നതാണോ? ഒരാൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് അയാൾ തന്നെയാണല്ലോ അത് പറയുന്നത്. അത് അള്ളാഹുവിന്റെ അതൊന്നും നമ്മളിവിടെ വിഷയമാക്കുന്നില്ല സലാം കൂട്ടുകാരൻ. ഞാൻ ചോദിക്കുന്നത് മറ്റു രീതിയിൽ എടുക്കല്ലേ. ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ എന്ന് പറയുന്നു, അല്ലേ? ശരിയാണോ അല്ലയോ? ഈ വചനം അള്ളാഹു സൃഷ്ടിച്ചതാണോ അതോ സൃഷ്ടിക്കപ്പെടാതെ അള്ളാഹുവിനൊപ്പം നിങ്ങളുടെ ദൈവത്തിനൊപ്പം നിത്യതയിൽ ഉണ്ടായിരുന്നതാണോ? അതാണ് ചോദ്യം. ഈ വചനം താങ്കൾ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കലാമ് എന്ന് പറയുന്ന രണ്ടും ഇല്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും സുഹൃത്തെ, അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. അല്ല, സൃഷ്ടിക്കേണ്ട ഒരാൾ സംസാരിക്കുന്നത് അയാൾ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹു പറയുന്നത്, അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് പറയുന്ന കാര്യങ്ങളിൽ
അതൊരു ഞാനിവിടെ സൃഷ്ടിയാണെന്ന് നമ്മൾ ഉണ്ടാകട്ടെ അങ്ങോട്ട് എന്നുള്ളതല്ല. ചോദിക്കേണ്ട കാര്യമില്ല. നോ ഞാൻ ഖുർആൻ എന്ന് പറയുന്ന കിതാബിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ കലാം ആണെന്ന് പറയുന്നു അള്ളാഹുവിന്റെ. അതാണോ? അങ്ങനെയാണോ? അത് കലാം, അള്ളാഹുവിന്റെ വചനമാണ്. ഓക്കെ, അത് സൃഷ്ടിയാണോ? സൃഷ്ടി അല്ലാതെ അള്ളാഹുവിനോടൊപ്പം ഉണ്ടായിരുന്നതാണോ? അങ്ങനെ സൃഷ്ടിയാണോ സൃഷ്ടിയല്ല എന്നുള്ള ഒരു വാക്യം നമ്മൾ ഇല്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ. സൃഷ്ടിയാണോ ഞാൻ പറയുന്നത് നിങ്ങളതെങ്ങനെ മനസ്സിലാക്കുന്നതാണ് ചോദിക്കുന്നത്. അല്ല, അത് നമുക്ക് എന്തും മനസ്സിലാക്കാലോ. അങ്ങനെ ഒരു വാക്യം ഇല്ലല്ലോ. ഇത് അതിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ഇല്ല, സൃഷ്ടിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാക്യവും ഇല്ല, രണ്ടും ഇല്ല. ഇല്ല. അപ്പോൾ അള്ളാഹുവിന്റെ വചനം സൃഷ്ടിയും അല്ല, ഒന്നുമല്ല, അറിയില്ല. ഇതല്ലേ നിങ്ങൾ പറയാൻ വെക്കുന്നത്? ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല. വേർപെടുത്താൻ പറ്റുമോ നമുക്ക്? അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിൽ നിന്ന് വേർപെടുത്താൻ പറ്റുകയില്ല. എന്തെല്ലാം ഇല്ലയോ? അതാണ് ചോദ്യം. നിങ്ങള് സ്വന്തമായിട്ട് ചോദ്യം ഉണ്ടാക്കുകയാണോ സത്യം? ഞാൻ ഉണ്ടാക്കില്ല. അതെ, സ്വന്തമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഖുർആൻ അൺക്രിയേറ്റഡ് അല്ലേ? അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അൺക്രിയേറ്റഡ് ആണോ അല്ലേ? അതാണ് ചോദിക്കുന്നത്. സൃഷ്ടിച്ചതാണോ അല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതന്നെ ചോദ്യം. അതെ. ആര് സൃഷ്ടിക്കനി? ഖുർആൻ എന്ന് പറയുന്നത് വഴുതി മാറി പോകുന്നത്. നിങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സിലുണ്ട്, നിങ്ങളുടെ പണ്ഡിതന്മാര് പറയുന്നു ഖുർആൻ അൺക്രിയേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ശരിയാണോ അല്ലേ? സൃഷ്ടിച്ചതല്ല എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ഖുർആൻ അല്ലാഹു സൃഷ്ടിച്ചതല്ല. സുഹൃത്ത്, നിങ്ങളുടെ പണ്ഡിതന്മാരാണ് പറയുന്നത്. എല്ലാ സത്യം നമുക്ക് ചിന്തിച്ചൂടെ? നമ്മളൊരു ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ വോയിസ് ഇല്ല, നമ്മളിലോട്ട് പോകല. അനാലജി ശരിയല്ല. കാരണം ഒരു സൃഷ്ടാവായ ദൈവത്തെ നിങ്ങളുടെ ഖുർആൻ പറയുന്നു 42 സൃഷ്ടിയുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യാനേ പാടില്ല. നിങ്ങളുടെ ഖുർആന്റെ വചനങ്ങൾക്ക് എതിരാണത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉദാഹരണം എടുക്കുന്നത്? നമുക്ക് അള്ളാഹുവിൽ ഫോക്കസ് ചെയ്യാം. അള്ളാഹുവിന്റെ വചനമാകുന്ന ഈ ഖുർആൻ സൃഷ്ടിയാണോ അതോ സൃഷ്ടി അല്ലാത്തതാണോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സത്യ. എന്താണ് പറഞ്ഞത്? ക്രിയേറ്റഡ് ഓർ നോട്ട് ക്രിയേറ്റഡ് പറഞ്ഞേ. അല്ല, അതങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അത് അങ്ങനെ നിങ്ങൾ അതിൽ വിശ്വസിക്കും. നിങ്ങളുടെ പണ്ഡിതന്മാര് പറയുന്നു ഇത് സൃഷ്ടിക്കപ്പെട്ടതല്ലെന്ന് പറയുന്നു. അങ്ങനെ ഒരു വാദം ഉണ്ടോ? സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇത് സൃഷ്ടിക്കപ്പെട്ടതല്ലേ? ഖുർആൻ, ഈ കാണുന്ന ഈ പേപ്പർ, ഈ ബുക്ക്, ഇത് സൃഷ്ടിക്കപ്പെട്ടതല്ലേ? ഒരു പ്രസ്സിൽ നിന്ന് അല്ലല്ല, അവിടെയാണ് നിങ്ങൾ കിടന്ന് ഉരുളുന്നത്. ഇതാണോ നിങ്ങളുടെ ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത്? ഈ ഖുർആനാണോ അത്? അല്ല, താങ്കളുടെ വീട്ടിൽ ഒരു ഖുർആൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കിടന്ന് തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഞങ്ങളുടെ ചോദ്യം, ഈ ഖുർആൻ അല്ലല്ലോ ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒറിജിനൽ എവിടെയോ ഇരിക്കുന്നു എന്ന് പറയുന്നത് അത് സൃഷ്ടിയാണോ അതോ അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുന്നതാണോ നിത്യതയിൽ? അത് താങ്കൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ താങ്കൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയാ? സലാമേ, ഞാൻ മുകളിൽ തെളിവിട്ടേണ്ടോ? നിങ്ങളുടെ പണ്ഡിതന്മാരാ പറയണത് അല്ല എന്നുള്ളൂ. ഇല്ല, ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞത് സത്യത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രസ്സിൽ കാണുന്ന ഈ ഇതാണ് ഈ ഖുർആൻ. പ്രസ്സിൽ കാണുന്ന ഖുർആൻ അല്ല സുഹൃത്ത്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ മനുഷ്യൻ. ഞാനതല്ലല്ലോ പറഞ്ഞത്. ഈ പ്രസ്സിൽ കാണുന്ന ഖുർആൻ നിങ്ങളുടെ ഖുർആന്റെ ഫുൾനെസ് ആണോ? അല്ലല്ലോ. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇത് മുഹമ്മദിന് ഇറക്കി കൊടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഖുർആൻ ഇതൊന്നും അല്ല. എന്തോ ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്, തൗറാത്തുണ്ട്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഉമ്മുൽ കിതാബുണ്ട്. അത് സൃഷ്ടിയാണോ സൃഷ്ടിക്കപ്പെടാത്തതാണോ? ആ ചോദ്യത്തിന് വാല്യൂ ഇല്ല, മനസ്സിലായ? ആ ചോദ്യത്തിന് വാല്യൂ ഇല്ല. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഉരുളുക. ഇത് കൃത്യമായ ചോദ്യമാണ്. അങ്ങനെയല്ലല്ലോ, സ്വന്തമായിട്ട് എനിക്കും ഇപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കാം. അല്ല, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ദൈവം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ പറഞ്ഞു? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തെ ആരാ ഉണ്ടാക്കിയത്? ഞാൻ നിങ്ങളുടെ ബുദ്ധി ഒന്ന് മണ്ടൻ ചോദ്യത്തിലോട്ടാ പോകും. ഞാൻ ആ മണ്ടൻ ചോദ്യത്തിലോട്ട് പോകുന്നില്ല. നിങ്ങളുടെ ദൈവത്തെ ആരാ ഉണ്ടാക്കിയത്? അള്ളാഹുവിനെ ആരാ ഉണ്ടാക്കിയത്? അപ്പൊ ദൈവവിശ്വാസി അല്ലേ സത്യ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നു കിതാബിൽ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ കൂടെ ഒരു ഉമ്മുൽ കിതാബുണ്ട്. അതിൽ നിന്ന് മുഹമ്മദിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ ഇറക്കി കൊടുക്കുന്നു. അപ്പൊ ഈ ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത് സൃഷ്ടിയാണോ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് വാല്യൂ ഇല്ലാത്ത ചോദ്യം ഞാനിപ്പോ ചോദിച്ചു. വാല്യൂ ഇല്ലാത്ത ചോദ്യം മനസ്സിലായല്ലോ.
ഞാനിപ്പോ സത്യനോട് സംസാരിക്കുന്ന വാക്യങ്ങൾ ഇത് സലാം സൃഷ്ടിച്ചതാണോ നിങ്ങൾ എന്ന് ഞാൻ വീണ്ടും നിങ്ങൾ സിഹർക്ക് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ അള്ളാഹു പറയുന്നു സിഹറല്ല, ക്ഷമിക്കണം, ഷിർക്ക്. കാരണം വേറെ ടോപ്പിക് എന്തെങ്കിലും വേറെ ടോപ്പിക് അല്ലെന്ന്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അല്ല, കിണറ് എന്റെ വീട്ടിലുള്ള കിണറ് റൗണ്ട് ആയിട്ടാണ്. പക്ഷെ താങ്കൾ എനിക്ക് വേറൊരു ടോപ്പിക്ക് സംസാരിക്കാനുണ്ട് സലാമെ. ഇവരുടെ ഈ ചോദ്യം വാല്യൂ അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്ക് സംസാരിക്കാന്ന്. ഓക്കെ ആണോ? ആ പറ, വിഷയം നോക്കട്ടെ. അറിയുന്ന വിഷയമാണെങ്കിൽ സംസാരിക്കാം. രാജാബ്രദർ മൈക്ക് എടുത്തിട്ടുണ്ട്, എന്തോ പറയാൻ തുടങ്ങുവാണെങ്കിൽ പറയണം, കേൾക്കുന്നില്ല. അപ്പോൾ ഒറ്റ കാര്യം ഒന്ന് റാപ്പ് ചെയ്തിട്ട് അജീഷ് ബ്രദറിലോട്ട് ഞാൻ തരാം. അതായത് ഈ പാവം എന്ന് ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ തിരിച്ചെടുക്കുന്നു. സലാമിന് ഈ ചോദ്യം മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് സലാം ഇവിടെ അംഗീകരിക്കാൻ മടിയാണ് സലാമിന്. ഉമ്മുൽ കിതാബുകളുടെ മുഴുവൻ കിതാബായിട്ട് മുഹമ്മദിന് 23 വർഷം കൊണ്ട് ഇറക്കി കൊടുത്ത കിതാബ് എന്നാണ് ഇവരിപ്പോ പറയുന്ന ഈ പ്രിന്റ് ചെയ്തതോ ഒട്ടകത്തിന്റെ എല്ലിൽ എഴുതി വെച്ചതോ ഒക്കെ ആയിട്ട്. പിന്നെ അബൂബക്കർ എഴുതി, ഉത്തുമാൻ എഴുതി, പിന്നെ 924 അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിക്കാർ എഴുതി, പിന്നെ 84 സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കിയ ഈ കിതാബ്, അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സബൂറും ഇഞ്ചിയിലും പിന്നെ തൗറാത്തും ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കിതാബും എല്ലാം അടങ്ങിയ ഒരു ഉമ്മുൽ കിതാബുണ്ട്. അത് സൃഷ്ടിയാണോ? സത്യബ്രദറെ അത് ചോദിക്കുന്ന ഞാൻ ആ ചോദ്യം തന്നെ ഒന്ന് വേറൊരു ഇതില് ചോദിക്കാം. മറ്റേ സലാമെ, ഈ അള്ളാഹുവിന്റെ അറിവ് ശാശ്വതമാണോ അല്ലെങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അള്ളാഹുവിന്റെ അറിവ് അത് ക്രിയേറ്റഡ് ആണോ അൺക്രിയേറ്റഡ് ആണോ? അത് ആട്രിബ്യൂട്ട് ആണ്, അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട് ആണ് അള്ളാഹുവിന്റെ അറിവ്. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുന്ന അറിവുകൾ മാത്രമേ നമുക്കറിയൂ. ഈ സകലതും സൃഷ്ടിച്ചത് ദൈവമാണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അള്ളാഹുവിന്റെ അറിവ് വിശാലമായ അറിവാ. ആലമുള്ള ഗൈബാണ് അവൻ എന്നാണ് ഖുർആനിൽ പറയുന്നത്. വിശാലമായിട്ടുള്ള അറിവോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം. അള്ളാഹുവിന്റെ അറിവ് ക്രിയേറ്റഡ് ആണോ അൺക്രിയേറ്റഡ് ആണോ? അതായത് അള്ളാഹുവിന്റെ നോളജ് അല്ലെങ്കിൽ അറിവ് അത് സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാതെ അത് ശാശ്വതമായിട്ടുണ്ടായിരുന്നതാണോ? ഈ ചോദ്യം എവിടുന്നാ താങ്കൾ വായിച്ചത്? ഈ ചോദ്യം എന്തിനാ വായിക്കുന്നത്? എന്റെ ചോദ്യം എനിക്ക് ചോദിച്ചൂടെ? അത് എവിടെയെങ്കിലും വായിക്കണം എന്നൊന്നുമില്ലല്ലോ. ചോദ്യം വായിച്ചാൽ മാത്രമേ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. വെറുതെ ചോദ്യം ഉണ്ടാക്കല അല്ല, വെറുതെ അല്ല. ഇത് പണ്ഡിതന്മാരൊക്കെ തമ്മിൽ അങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യം ഇത് വെറുതെ അത് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ചോദ്യത്തിനെ കുറ്റം ഒഴിവാക്കണ്ട. അള്ളാഹുവിന്റെ അത് അള്ളാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ പിന്നീട് ആഡ് ചെയ്തതാണോ? ചുരുക്കി ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ആ ചോദ്യം ഒന്ന് റീഫ്രൈസ് ചെയ്യാം. ആ ചോദ്യം ഒന്നും കൂടി റീഫ്രൈസ് ചെയ്യാം. അതായത് അള്ളാഹുവിന്റെ അറിവ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണോ? അതായത് അള്ളാഹുവിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടോ? അറിവോ അങ്ങനെ എന്തെങ്കിലും? താങ്കൾ രാജബ്രദർ ചോദിക്കുന്ന ചോദ്യം എവിടുന്നാ കൊണ്ടുവരുന്ന ചോദിക്കുന്നത്? എവിടുന്ന് കൊണ്ടുവരുന്ന ചോദ്യമാണ്? പ്രസക്തി ഇല്ലല്ലോ. പിന്നെ വെറുതെ ചോദ്യം ഉണ്ടാക്കല. മാഷ് പറയുകയാണ്, മറ്റേ സലാമെ, ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോ മാഷ് പറയാണ്, ഈ ചോദ്യം നിനക്ക് എവിടെന്നാ കിട്ടിയേ? എന്നാ മാത്രമേ നീ അത് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഉത്തരം പറയുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പാഠപുസ്തകത്തിൽ നോക്കിയിട്ടാണ് ഒരു മാഷ് കുട്ടികളെ പഠിപ്പിക്കാൻ, അല്ലാണ്ട് പാഠപുസ്തകത്തിൽ സലാമേ, ചോദ്യം പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യം പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. ആ ചോദ്യം ഞാൻ ചോദിച്ചതാണ്, പറഞ്ഞേരെ. സലാമേ, ഞാൻ ചോദിച്ച ചോദ്യമാണ്, പറഞ്ഞേരെ. ഓക്കെ.
സലാമേ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അറിയൂ, പക്ഷെ അതിന്റെ ആൻസർ കണ്ടെത്താൻ കഴിയില്ല. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ താങ്കൾക്ക് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം ഇതല്ല പരിപാടി വേറെന്തെന്നാ? രാജാബ്രന്റെ വോയിസ് ബ്രേക്ക് ആവുന്നു. രാജാബ്രന്റെ വോയിസ് ബ്രേക്ക് ചേർക്കാൻ പറ്റുമോ? അള്ളാഹു എന്നുള്ള വാക്ക് താങ്കൾ പറയണമെങ്കിൽ ചേർക്കാൻ പറ്റുമോ? താങ്കൾ അള്ളാഹു എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഈ സലാമ ഒരു മിനിറ്റ് അതായത് ഇതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. കാരണം ഈ സലാം ഒരിക്കലും ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം സലാം ഇതിന് ഉത്തരം പറഞ്ഞാൽ സലാം പെടും. കാരണം അള്ളാഹുവിൽ ഒന്നും, അതായത് ദൈവത്തിൽ പിന്നീട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ആദിയിൽ അള്ളാഹു എന്ന് പറയാനുള്ള യോഗ്യത താങ്കൾക്ക് എവിടെ കിട്ടി? കഴിയുമ്പോഴാണ് അദ്ദേഹം പൂർണ്ണനാകുന്നത്. അള്ളാഹു എന്ന് പറയാനുള്ള പേര്, എന്റെ യോഗ്യതയൊക്കെ അവിടെ ഒരു മിനിറ്റ് ചോദിക്കട്ടെ. അള്ളാഹു സലാമെ ഒരു മിനിറ്റ് സലാമൻ അവിടെ നിൽക്ക്. താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഉത്തരം പറയാം. താങ്കൾക്ക് ഇതിന് എന്റെ ചോദ്യത്തിന്റെ താങ്കൾ ഉത്തരം പറയേണ്ടത് ഇതാണ്. അള്ളാഹു എന്നുള്ള പേര് താങ്കൾക്ക് എവിടുത്തെ കിട്ടി? അതിന്റെ ഉത്തരം പറ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ അള്ളാഹു എന്നുള്ള പേര് എവിടുത്തെ കിട്ടി താങ്കൾക്ക്? എവിടുത്തെ കിട്ടി അള്ളാഹു എന്നുള്ള ഇത് താങ്കൾ ഈ ചോദിക്കുന്ന ചോദ്യം താങ്കൾക്ക് ഈ ബുക്കിലുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യത്തിന് മറുപടി പറ. അള്ളാഹു എന്നുള്ള പേര് പറയാൻ വേണ്ടിട്ട് താങ്കൾക്ക് എന്ത് യോഗ്യതയുണ്ട്? എന്ത് യോഗ്യതയുണ്ട് താങ്കൾക്ക്? താങ്കൾ ഒരു കീടയായ എല്ലാരോടും സംസാരിക്കാതെ, സത്യാബ്രദർ എല്ലാരോടും സംസാരിക്കാതെ, സത്യമോട് സംസാരിക്കുക. സലാമേ, രാജാബ്രദർ സംസാരിച്ചതിന് ശേഷം സംസാരിക്കേ. സ്വന്തമായിട്ട് ചോദ്യം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു പാഠപുസ്തകം, ഒരു പുസ്തകം വായിച്ചിട്ട് ചോദിക്കേ. അജീശനും ചോദിക്കുന്ന മാതിരി ചോദിക്കേ. ധൈര്യപൂർവ്വം നെഞ്ചു വിരിച്ചിരിക്കുക. ഞാൻ നെഞ്ചു വിരിച്ചിരിക്കുക. പാഠപുസ്തകം തുറന്നു വായിക്കടാ രാജ. അല്ലാണ്ട് നീ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഏത്തപ്പഴം എന്തേലും നീളത്തില് ഏത്തപ്പഴം എന്താ നീളത്തിൽ വട്ടത്തിൽ ഏത്തപ്പഴം ഉണ്ടായാ പോരെ? നീ ചോദ്യം ഉണ്ടാക്കുക. എല്ലാരോടും കിടന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ആ പുള്ളി രാജാബ്രദർ ഒന്ന് പറയട്ടെ. സലാമ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. രാജാബ്രദർ എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. ഞാൻ മ്യൂട്ട് ചെയ്യുന്ന. അതെ, അതായത് പാഠപുസ്തകം എടുക്ക്, തുറക്ക് വായിക്ക്. പാഠപുസ്തകം തുറന്ന് വായിക്ക്. 114 സൂറത്തുണ്ട്. ബാക്കിയുള്ളവരെങ്കിലും ഒന്ന് കേൾക്കട്ടെ. 114 സൂറത്തിൽ നിന്ന് വായിക്ക്. പുള്ളി അത് പറഞ്ഞതിന് ശേഷം ചിലപ്പോ പാഠപുസ്തകം തുറക്കും. സലാമ മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഓക്കെ അജീഷ. അപ്പൊ ഈ അള്ളാഹുവില് ഇയാളെ കൊണ്ട് ഒരു ശല്യമായല്ലോ. സലാമേ അവിടെ നിക്ക്. ഞാനൊന്ന് പറയട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ സമയമായി. അപ്പൊ ഈ അള്ളാഹുവിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടാൽ, അറിവായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് കൂട്ടിച്ചേർക്കപ്പെട്ടാൽ, അതിന്റെ അർത്ഥം ആ കൂട്ടിച്ചേർക്കപ്പെട്ട നിമിഷം തൊട്ടേ അള്ളാഹു പൂർണ്ണനാകുന്നുള്ളൂ. അതുവരെ അള്ളാഹു പൂർണ്ണനല്ല. അപ്പൊ അള്ളാഹുവിന്റെ അറിവാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നോളജ് ആണ് ഈ ഖുറാൻ. അപ്പൊ ഖുറാൻ സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് അള്ളാഹുവിന്റെ ഒരു പാർട്ടാണത്. ഇനി അത് മാത്രമല്ല, ഈ ഖുറാന് ഒരു സെപ്പറേറ്റ് എക്സ്റ്റൻസ് ഉണ്ട്. അതിന് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ത്യനാളില് ഒരു ഹദീസ് ഉണ്ട്. അന്ത്യനാളിൽ ഈ ഖുറാൻ അള്ളാഹുവിനോട് ഇന്റർസീഡ് ചെയ്യും. ഇന്റർസീഡ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം നിൽക്കും. ഇതേ ഖുറാൻ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഖുറാൻ അള്ളാഹുവിനോട് സംസാരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ വാക്കാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നോളജ് ആണ്. പക്ഷെ ഇതേ ഖുറാന് അള്ളാഹുവിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് മാധ്യസ്ഥം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹു സ്വയം ഇരുന്നിട്ട് അള്ളാഹുവിനോട് തന്നെ മാധ്യസ്ഥം പറയുമോ? അത് വിഡ്ഢിത്തരാണല്ലോ. അപ്പൊ ഇതേ ഖുറാന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസും ഉണ്ട്. എന്നാൽ അത് സൃഷ്ടിക്ക് മുന്നേ ഉള്ളതാണ്. അത് അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ്. ഇത് തന്നെയാണ് ട്രിനിറ്റി. ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്ന ത്രിയേകത്വം. ഒരു അറബിയിൽ അല്ല കഴിഞ്ഞ 30 സെക്കൻഡ്
അറബിയിലുള്ള ഒരു നോളേജ് നിനക്കില്ല, താങ്കൾക്കില്ല. നീ എന്ന് പറഞ്ഞ് സോറി, താങ്കൾക്ക് അറബിയിലുള്ള ഒരു നോളേജ് ഇല്ല. അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹു എന്നുള്ള നാമം ഉച്ചരിക്കാനുള്ള യോഗ്യത താങ്കൾക്കില്ല. ഖുർആൻ എന്ന് അറബിയിൽ എഴുതാനുള്ള ഒരു അറിവോ അതിനുള്ള നോളേജോ താങ്കൾക്കില്ല. എന്നിട്ടാണ് അള്ളാഹുവിനെ കുറിച്ചിട്ട് ഖുർആനെ കുറിച്ചിട്ടും ദീനിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഹദീസ്, ഞാൻ താങ്കളെ വെല്ലുവിളിച്ചിനല്ലോ, താങ്കളെ ഞാൻ വെല്ലുവിളിച്ചിനല്ലോ. എന്തിനാ വെല്ലുവിളിച്ചത്? ഒരു ഹദീസ് അറബിയിൽ വായിച്ചിട്ട് അർത്ഥം വെക്കാൻ വേണ്ടിയിട്ട് താങ്കൾ വന്നിട്ടുണ്ടാ? 12 മാസം ഞാൻ താങ്കൾക്ക് സമയം തന്നു. 12 മാസം അറബി വായിച്ചിട്ട്, ഇംഗ്ലീഷോ മലയാളമൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്, അറബി വായിച്ചിട്ട് അതിന്റെ അർത്ഥം വെക്കാൻ വേണ്ടിയിട്ട് താങ്കളെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് രാജ. ഓക്കെ, താങ്കൾ പറഞ്ഞു. രാജാവ് റേഞ്ചില്ല രാജാവ് പറഞ്ഞ റേഞ്ചില്ല. സംഭവമാണ്. ഞങ്ങൾക്ക് ഈ അറബി ഭയങ്കര സംഭവം ഒന്നല്ല. കാരണം അപ്പൊ ഇനി ബാക്കിയുള്ളവര് സംസാരിച്ചോ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, രാജാവ് റേഞ്ചില്ല. അല്ല സലാമ, ഈ അറബിയിൽ വായിച്ചെങ്കിൽ മാത്രമേ, അത് വായിച്ചിട്ട് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാവൂ എന്നാണ് സലാമ പറയുന്നത്. തീർച്ചയായിട്ടും അറബി ഭാഷ അറിഞ്ഞിരിക്കണം. ഖുർആൻ വായിക്കണമെങ്കിൽ ഓതണമെങ്കിൽ അറബി ഭാഷ അറിഞ്ഞിരിക്കണം അജീഷ് ബ്രദർ. അപ്പൊ ഈ നിങ്ങളുടെ പണ്ഡിതന്മാരായ MM അക്ബറും മറ്റുള്ളവർ ഈ ഗ്രീക്ക് ഹീബ്രു ഒക്കെ പറയാതെ വെറും മലയാളം ബൈബിളിന്റെ അകത്തുനിന്നാണല്ലോ ചോദ്യങ്ങളൊക്കെ പറയുന്നത്. അതെന്താ? എന്നോട് ചോദിക്കും അജീഷ്, എന്നോട് സലാമിനോട് ചോദിക്കും. MM അക്ബറെല്ലാം വിട്ടേക്ക്. ഓക്കെ എന്നാ സലാമിനോട് ചോദിക്കുകയാണ്. സലാമെ, 79-ാം അധ്യായം 79. എനിക്ക് അറബി അറിയത്തില്ല. എൻ്റെ ഒരു അറബി മലയാളം പരിഭാഷ ഖുർആൻ ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ ഒരു സൈഡിൽ അറബിയും ഒരു സൈഡിലും മലയാളവുമായിട്ട് എഴുതിയിരിക്കുന്ന, അതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതിൽ നിന്നാണ് എൻ്റെ ഒരു ചോദ്യം. 79-ാമത്തെ അധ്യായം 79 വലിച്ചെടുക്കുന്നവ എന്നാണ് അതിന്റെ അധ്യായത്തിന്റെ പേര്. 1-ാമത്തെ ആയത്ത് ആഞ്ഞു വലിച്ചെടുക്കുന്നവയും, 2 സാവധാനം ആനയിക്കുന്നവയും, 3 അതിവേഗം കുതിക്കുന്നവയും, 4 മത്സരിച്ച് മുന്നേറുന്നവയും, 5 കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായ മലക്കുകളാണേ സത്യം. ഇതെന്താ ഈ സംഭവം? ഈ 1 ആഞ്ഞു വലിച്ചെടുക്കുന്നവയും 2 ഇതെന്തോ സംഭവം? സലാമേ, അജീഷ് ബ്രദറിന്റെ അറബി അറിയോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറബി അറിയത്തില്ല. എൻ്റെ ഇരിക്കുന്ന ഖുർആന്റെ അകത്ത് ഒരു സൈഡിൽ അറബി ഒരു സൈഡിൽ മലയാളം. ഞാനത് എന്തൊക്കെയുള്ള എഴുതിയ പണ്ഡിതന്മാരിൽ എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം അവർ ആ അറബിയിൽ എന്താണോ അത് തന്നെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്തരം പുസ്തകങ്ങൾ മാത്രം മേടിക്കുന്നത്. നേരത്തെ എനിക്ക് എൻ്റെ ഹദീസ് ഉണ്ടായിരുന്നു, അറബി ഇല്ലാത്ത ഹദീസ്. അതോടൊത്ത് ഡിബേറ്റിന് എടുത്തു വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനത് മാറ്റി. പിന്നെ ഒരു സൈഡിൽ അറബി ഒരു സൈഡിൽ മലയാളം ഉള്ളത് മാത്രം മേടിക്കാം. എന്താ സലാമ ഇത് ഈ 79-ാം അധ്യായം? 79-ാമത്തെ അധ്യായം നാസിയാത്ത് അതല്ലേ? വലിച്ചെടുക്കുന്നവ. എന്നിട്ട് അതിന്റെ അവസാനം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനം എന്താ പറഞ്ഞ? കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായ മലക്കുകളാണ് സത്യം. തീർച്ചയായിട്ടും മലക്കുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മലക്കുകളുടെ ഒരു വരവുണ്ട് അവിടെ. ആ വരവിനെ കുറിച്ചിട്ട് കാണിക്കുന്ന ആ ഒരു രംഗമാണത്. മലക്കുകൾ വരുന്ന ആ ഒരു രംഗത്തെ കുറിച്ച്. അപ്പൊ ഈ ആഞ്ഞു വലിച്ചെടുക്കുന്നവയും അതെന്തുവാ? മലക്കെന്തോ സംഭവം? മലക്കുകളുടെ കയ്യിൽ അതിൻ്റെതായ ആയുധങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. ഈ സാവധാനം ആനയിക്കുന്നവയും അതെന്തോ സംഭവം? തീർച്ചയായിട്ടും അത് കുതിര സവാരിയായിട്ട് ചെയ്യുന്ന സമയത്താണ് ഈ മലക്കുകൾ കുതിരയിലാണ് കുതിരമേല പുറപ്പെടുന്നത്. അപ്പൊ അതിവേഗം കുതിക്കുന്നവയോ? തീർച്ചയായിട്ടും അതും കുതിര തന്നെയല്ലേ? കുതിര തന്നെയാ. അപ്പൊ മത്സരിച്ച് മുന്നേറുന്നവയോ? അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തില്, ബദർ യുദ്ധത്തില്, യുദ്ധത്തിലെല്ലാം മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ഹദീസിലും ഇത് ഏത് പണ്ഡിതന്റെ അഭിപ്രായ സലാം പറയുന്നത്? താങ്കളത് വായിച്ച് അതിന്റെ തഫ്സീറെല്ലാം വായിച്ചു നോക്കിയാൽ താങ്കൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനേ പറ്റൂ. അതല്ല ഞാൻ ചോദിക്കാം. അല്ല ഇപ്പൊ സലാം ഇപ്പൊ ഒരു തഫ്സീർ ആയിരിക്കുമല്ലോ പറഞ്ഞു. ഏത് തഫ്സീറാ ഇത്? എന്റെ കയ്യിൽ ഇപ്പൊ തഫ്സീറൊന്നുമില്ല. അല്ല പിന്നെ ഈ അഭിപ്രായം എവിടെ നിന്ന് കിട്ടി ഈ വിവരണം? താങ്കൾ ഇപ്പൊ മലക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അത് മലക്കുകളാണെന്ന് പറഞ്ഞല്ലോ അവിടെ. ഞാൻ മലക്കുകളെ പറ്റി പറഞ്ഞില്ലേ? ഈ ഖുറാന്റെ പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നവയ മലക്കുകളാണ് സത്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ആണോ ഇത് മലക്കാണെന്നാണോ പറയുന്നത്? അതന്നെ മലക്കുകളെ കുറിച്ചിട്ട്. അതായത് താങ്കളിപ്പോ പറഞ്ഞ അതാ ചോദിച്ചേ. സലാമിന് ഈ അറിവ് എവിടുന്നാ കിട്ടിയത് ഈ കുതിരയാണെന്നുള്ളത്? അതിന്റെ തഫ്സീർ വായിച്ചു നോക്കണം അജീഷെ.
അതെ, ഏത് തഫ്സീറിനാ സലാമിന് ഈ അഭിപ്രായം കിട്ടി? ഇത് പറയാനുള്ള സലാം എവിടുന്ന് വായിച്ചിട്ടാണ് എനിക്ക് ഈ മറുപടി തന്നത്? താങ്കൾക്ക് അത് വായിച്ചു നോക്കാം, അതിന്റെ തഫ്സീറുകൾ അതല്ല, അല്ല, ഒച്ച കൂട്ടിയിട്ട് കാര്യമില്ല. സലാം ഇപ്പൊ രാജാബ്രദറിനോട് ചോദിച്ചു, നിങ്ങളൊരു പുസ്തകം വായിക്കാതാണോ ചോദിച്ചത്? ഞാൻ ചോദിക്കുന്ന സലാം ഇപ്പൊ ഈ പറഞ്ഞ ഈ വാഞ്ഞു വലിക്കുന്ന എല്ലാം കുതിരയുടെ വിഷയമാണെന്ന് സലാം ഏത് തഫ്സീറിൽ നിന്ന് പഠിച്ചതാണ് എന്റെ ചോദ്യം. ഞാൻ ഏത് തഫ്സീറിൽ നിന്ന് പഠിച്ചതാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് താങ്കളിപ്പോ വായിച്ചിട്ടുള്ള ആ നാസിയാത്തിന്റെ സൂറത്തിന്റെ 1 മുതൽ അവസാനം വരെ വായിക്കുക, എന്നിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ തഫ്സീർ വായിച്ചു നോക്കുക, എന്നിട്ട് എനിക്കത് മനസ്സിലാകത്തോണ്ട് ഞാൻ സലാമിനോട്. അപ്പൊ സലാം പറഞ്ഞു ഇത് കുതിരകളെ പറ്റി പറയുന്നതാണെന്ന്. ഈ പഠനം സലാമിന് എവിടുന്ന് കിട്ടി? ഞാൻ താങ്കളോട് ആവർത്തിച്ചിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് തന്നെ. താങ്കൾക്ക് അതിന്റെ തഫ്സീറുകളിലേക്ക് വായിച്ചു നോക്കാനെന്നല്ല പറയുന്നത്. സലാമിന് ഏത് തഫ്സീർ കിട്ടിയതാ? സലാമിന് ഈ അറിവ് ഏത് തഫ്സീറിൽ നിന്ന് കിട്ടിയെന്നാണ്? ഞാൻ അതൊന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടിയാ. താങ്കളത് വായിച്ചു നോക്കി ഏത് തഫ്സീറാന്ന് പറയുന്നേ? ഞാൻ സലാം ഇപ്പോൾ എനിക്ക് മറുപടി തന്ന തഫ്സീർ ഏതാന്ന് പറ, അതൊന്ന് വായിച്ചു നോക്കാനാണ്. അമാനി മൗലവിന്റെ തഫ്സീർ എടുത്തിട്ട് വായിച്ചു നോക്ക്, എന്റെ കയ്യിൽ. അത്ര ഉള്ള കാര്യം അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ അത് പറയേണ്ടത്. ഇപ്പൊ എടുത്ത് വായിക്കും, ഒരു മിനിറ്റ്. അമാനി മൗലവിയുടെ തഫ്സീർ അമാനുമൗലിയുടെ തഫ്സീർ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എടുത്തോട്ടെ. അങ്ങനെ അമാനുമൗലിയുടെ തഫ്സീർ തുറക്കുകയാണ്. മരണസമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ടും അള്ളാഹു ഈ വചനങ്ങളിൽ സത്യം ചെയ്യുന്നു. അതാ, മലക്കുകളെ കൊണ്ട്. മരണസമയത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന അസ്രായിൽ എന്ന മലക്കുണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം. അജീഷി പോയാ ഇല്ലേ? ഒന്നില്ലല്ലോ. മരണസമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ട് അള്ളാഹു ഈ വചനങ്ങളിൽ സത്യം ചെയ്യുന്നു. അതോടൊപ്പം അവർ ആ കൃത്യം നിർവഹിക്കുന്നതിന്റെ ഭാവവും ചൂണ്ടിക്കാട്ടുന്നു. അവിശ്വാസികളുടെ അജീഷില്ല, പുസ്തകം എടുക്കട്ടെ. എന്താ അത്ര ധൃതി? അവിടുന്ന് ഇരിക്കേ. ഇതിപ്പോ വായിച്ച ആയത്ത് ഏതായിരുന്നു? ആരെങ്കിലും ഒന്ന് പറയാമോ? ആയത്തിന്റെ 79. ഓക്കെ, താങ്ക് യു. നാസിയാത്ത്. ആയുധങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ടൂൾസ് ഒക്കെ ആയിട്ട് വലിച്ചെടുക്കുന്ന ടൂൾസ്. കൽദാബ്രദർ പറയും കേൾക്കുന്നില്ല. അല്ല, ബ്രദർ പറഞ്ഞായിരുന്നേ വലിച്ചെടുക്കുന്നത് ടൂൾസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മലക്ക് മരണത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടി ടൂൾസ് ഒക്കെ ആയിട്ട് വരുന്നാണോ പറയുന്നത്? സലാം ബ്രദർ അങ്ങനെ പറഞ്ഞിരുന്നു, ടൂൾസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു, വലിച്ചെടുക്കുന്ന ടൂൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഞാനത് തഫ്സീർ വായിക്കുന്നു. ഇപ്പൊ ആരാ ചോദിച്ചേ? കൽദായ. അതിൻ്റെ ഈ 1 മുതൽ 5 വരെയുള്ള ആയത്തിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. മരണസമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ട് അള്ളാഹു ഈ വചനങ്ങളിൽ സത്യം ചെയ്യുന്നു. അതോടൊപ്പം അവർ ആ കൃത്യം നിർവഹിക്കുന്ന സ്വഭാവവും ചൂണ്ടിക്കാട്ടുന്നു. അവിശ്വാസികളുടെ ആത്മാക്കളെ
അവിശ്വാസികളുടെ, താങ്കളെ പോലെയുള്ളവരല്ല. താങ്കൾ വിശ്വാസിയാണെങ്കിൽ രക്ഷപ്പെടും. അജീഷ് ബ്രദർ പോയി. അവിശ്വാസികളുടെ ആത്മാക്കളെ വലിച്ചെടുക്കുന്ന ആ ഒരു രംഗമാണ് അവിടെ കാണിക്കുന്നത്. അതിശക്തമായ രീതിയിലായിരിക്കും പറഞ്ഞതേ. പറഞ്ഞ ടൂൾസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞു, വലിച്ചെടുക്കുന്ന ടൂൾസ് ഒക്കെ ഉള്ളതെന്നാ പറഞ്ഞു. അത് ഓരോ കൊണ്ടുവരും. പിന്നെ ബ്രദറെ അവിടെ വരെ കുതിര എന്ത് ചെയ്യേ? ഞാൻ കുതിരയുടെ കഥയെ പറ്റി കേൾക്കാൻ വേണ്ടി ഇരിക്കുക. അവിടെ കുതിര കാണുന്നില്ലല്ലോ. അവിടെ കുതിരയില്ല. പിന്നെ മരണം എന്നൊരു കുതിരയൊക്കെ രാജാവിനോട് സംസാരിക്കുമ്പോ താങ്കൾക്ക് എന്തായിരുന്നു ചോദ്യം വന്നത്? താങ്കൾ ഏത് ബുക്ക് വായിച്ചിട്ടാണ് താങ്കൾ ഇത് പറഞ്ഞത്? അല്ലല്ലോ, അതെല്ലാം പറയുന്ന സമയത്ത് ഞാൻ സൂറത്തിന്റെ അധ്യായം ഞാൻ പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ ഗ്രന്ഥമില്ലാന്ന്. ബ്രദറെ, ഒരാളുടെ അറിവ് ഉണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ എങ്ങനെ അനുമാനിച്ചത്? ആള് ഇത് വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ താങ്കൾ എങ്ങനെ അറിഞ്ഞു? താങ്കളുടെ ഒരു തഫ്സീറ്, താങ്കളൊരു ആൻസർ പറഞ്ഞു. അത് കഴിഞ്ഞ് ബുക്ക് നോക്കിയപ്പം കുതിരയെ പറ്റി പറഞ്ഞു. ബുക്ക് നോക്കിയപ്പം കുതിരയില്ല, കുതിരയുടെ ഭാരമില്ല. അങ്ങനെയുള്ള ഒരുപാട് ആയത്തുണ്ട് കുതിരയെ കുറിച്ചിട്ട് പറയുന്നത്. യുദ്ധത്തിൽ താങ്കൾ രാജാ ബ്രദറിനെ വാണിംഗ് ചെയ്യാൻ താങ്കൾ ആരാണ്? താങ്കൾ ഇപ്പം ചോദിച്ചായിരുന്നല്ലോ, അള്ളാഹുവിനെ പറ്റി താങ്കൾക്ക് എന്ത് അധികാരം എന്ത് അവകാശമാണുള്ളത് അള്ളാഹുവിനെ പറ്റി ചോദിക്കാൻ? തീർച്ചയായിട്ടും താങ്കൾക്കും എന്താ ഉള്ള അധികാരമുള്ള അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കാൻ? അധികാരം നിങ്ങളായിട്ട് തന്നെ നശിപ്പിച്ചതാണ്. മനസ്സിലായോ? ആര് നശിപ്പിച്ചു? നിങ്ങളുടെ മുൻഗാമികളായ കുറച്ച് ടീമുകൾ, കുറച്ച് തലക്കെട്ട് മൗലകളെ ടീമുകളെ ഈ പന്തല് കെട്ടി നാടുകാരുടെ മൂല്യം വെച്ചിട്ട് പറഞ്ഞപ്പോ ഓർക്കണം. പേര് സ്പെസിഫിക് ആയിട്ട് സലാമിന് വേണമെങ്കിൽ ഞാൻ പേര് പറഞ്ഞുതരാം. MM അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി, മുഹമ്മദ് ഈസ പെരുമ്പാവൂർ, ഇങ്ങനെയുള്ള ടീം. എന്നോട് ചോദിക്കാനുള്ള ചോദിക്ക്. പിന്നെ ആലം ബ്രദറെ എന്നോട് ചോദിക്കാൻ തലയെക്കെട്ട് മൊയിലാമാരെന്നു എന്റെ അടുത്ത് വ്യക്തിയല്ല ഇവിടെ. താങ്കൾ എന്നൊരു വ്യക്തിയല്ല. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന 114 സൂറത്തിന്റെ ഖുറാനില് ചോദിക്ക്. 114 സൂറത്തിന്റെ ഖുറാനില് ബ്രദർ വായിച്ച കാര്യത്തിലുള്ള കുതിരയുടെ കഥ പറ. അതെല്ലാം അതല്ല ആ സ്പോട്ടില് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞില്ലേ? കുതിര ഇതുവരെയും കിട്ടിയില്ല. യുദ്ധത്തിൽ പുറപ്പെട്ട അത് ബദർ യുദ്ധത്തിന്റെ കാണണം. കുതിര വേണം ഞങ്ങൾക്ക്. ഒരു മിനിറ്റ് അലൻ ബ്രദറെ, അതിന്റെ മലയാളം ഒന്നുകൂടി ഒന്ന് വായിച്ച്. 71 ആദ്യത്തെ കുതിരയുണ്ടോന്ന് അറിയാനുള്ള 79 അറിയാം. താങ്കളൊന്നും മിണ്ടായിരിക്കേ. ആയത്താണോ വായിക്കേണ്ട തഫ്സീറാണോ വായിക്കേണ്ടത്? കുതിരയുമുണ്ട്, നക്ഷത്രമുണ്ട്, മലക്കുണ്ട്. ആലൻ ബ്രദറെ 79 ആദ്യത്തെ ഒരു 4-5 സെന്റൻസ് ഒന്ന് വായിച്ചേ. എന്നോട് ചോദിക്കരുത് അലിയ, എന്നോട് ചോദിക്ക്. എന്തിനേ ക്രിസ്ത്യാനികളോട് എന്ത് ചോദിക്കുന്നേ? മുസ്ലിമായിട്ട് ഞാനിവിടെ ഉണ്ടാകുമ്പോ പിന്നെ എന്തിനാ അവരോട് ചോദിക്കുന്നേ? എന്നോട് ചോദിക്ക്. എന്നോട് ചോദിക്കാൻ എന്താ ഭയപ്പെടുന്നേ? ഞാനിവിടെ വന്ന് നെഞ്ചു പിരിച്ചിരിക്കുക. ഇസ്ലാമിന്റെ 114 സൂറത്തിൽ നിന്ന് എന്താ ധൈര്യം പോയാ നിങ്ങളെല്ലാവരും? മക്ക മുശ്രിക്കുകളുടെ ദൈവത്തെ കുറിച്ച് ചോദിക്കാൻ സലാമിന്റെ അടുത്ത് എന്തിരിക്കണം? അടുത്ത് വരണം. 14 അധ്യായത്തിൽ നിന്ന് ചോദിക്കും. അത് കൊള്ളാലോ. നിങ്ങൾ എല്ലാ എല്ലാവരും കൂടി ഇടപെടല്ലേ. ആലം ബ്രദറോട് ചോദിക്കുന്നു. ആലം ബ്രദറോട് ഉളുപ്പുണ്ട്. ആലം ബ്രദറോട് ചോദിക്കാൻ ഓ ക്രിസ്ത്യാനിയല്ലേ? ചേട്ടനാണല്ലോ. എല്ലാ ആലം ബ്രദറോട് എന്താ ചോദിക്കുന്നത്? എന്നാ പിന്നെ എന്നെ എന്നെ തായലിറക്കി മോളെ, എന്നെ തായലിറക്കി, എന്നെ തായലിറക്കി, എന്നെ തായലിറക്കിട്ട് ചോദിക്കുക. അല്ലാണ്ട് ആലം ബ്രദർ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം ഖുർആനെ കുറിച്ചിട്ട് എന്താന്നുള്ളത്. മുസ്ലിമായിട്ട് എന്നെ ഇരുത്തിട്ട് ആലം ബ്രദറിനോട് പറയാം. ആലം ബ്രദർ ശൈത്താനല്ലേ? ഓ ശൈത്താൻ, ഓനിക്ക് എന്ത് ഖുർആനെ കുറിച്ചിട്ട് അറിയാം? ഓൻ അറബി അക്ഷരം 28 അക്ഷരം പറയട്ടെ. ഓന് 28 അക്ഷരം പറയട്ടെ. അല്ല, ആലം ബ്രദറിനോട് ഞാൻ ചോദിക്കുന്നേ. ഒരു സെക്കൻഡ്. പ്ലീസ് എല്ലാരും
എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് ലീസിസ് സംസാരിക്കും പ്ലീസ്. ആരും സഹോദരന്മാരും കയറരുത് പ്ലീസ്. ലീസിസ് സംസാരിക്കട്ടെ പ്ലീസ്. ഓക്കെ, മൈന വന്നാൽ ആരും എടുക്കരുത്, അത് ഇവനാണ്, ഇവരുടെയൊക്കെ ചേട്ടൻ. ഓക്കെ, അലൻ ബ്രദർ 79, അജീഷ് ബ്രദർ വരുന്നത് വരെ ഇയാളെ പിന്നെ എന്തിനാ എടുത്തത്? എന്തിനാ ഇയാളെ എടുത്തത്? അല്ല, മൈന ബ്രദർ നമ്മുടെ നിങ്ങൾ കേട്ടില്ലേ അവൻ പറഞ്ഞത്? അല്ലല്ല, അത് അദ്ദേഹമല്ല, അത് ഹമീദ് എന്ന് പറഞ്ഞ ആളായിരുന്നു സിസ്റ്ററെ, ഹമീദായിരുന്നു. ഞാൻ വായിച്ചാൽ മതി. എന്നോട് ചോദിക്കാനില്ല. വായിച്ചോ. സലാമിനോട് ചോദ്യമുണ്ട്. സലാം ഒന്ന് പറയുന്ന മനസ്സിലാക്കൂ. സലാമിനോട് ചോദ്യമുണ്ട്. ഒരു കാര്യം ഒന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരി വായിക്കും, എക്സ് മുസ്ലിം സഹോദരി വായിക്കും. സലാമിനോട് ചോദ്യമുണ്ട്. ഈ സഹോദരി ഒന്ന് ക്ലാരിറ്റി വരുത്തട്ടെ. സലാമേ, ആസിഫ് സഹോദരി വായിക്കട്ടെ, വായിക്കും. ഞാൻ വായിക്കാം. മരണസമയത്ത് മനുഷ്യരുടെ അറബി വായിക്കും മോളെ അറബി വായിക്കും. നീ പറയണ്ടടാ, നീ മലയാളം ട്രാൻസ്ലേഷൻ അതിനായിട്ടല്ലേ അവൻ കിടന്നോണ്ട് പഠിക്കുന്നത്. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇവനെ താഴെ പോകണം, നമ്മൾ ഇറക്കി വിടണം, അത് ചെയ്യരുത്. ഓക്കെ, സിസ്റ്റർ മലയാളം ട്രാൻസ്ലേറ്റഡ് മാത്രം വായിച്ചാൽ മതി, വേറൊന്നും വായിക്കണ്ട. മരണസമയത്തൊന്നും ഇല്ല അതില് ആയത്ത് ആയത്തിന് വിശദീകരണം വേണ്ടേ നിങ്ങൾക്ക്? ആയത്ത് വായിച്ചിട്ട് വിശദീകരണം വായിച്ചാലും പോരെ? ആയത്തല്ലേ അള്ളാഹു ഇറക്കുന്ന ആയത്ത്. അറബി വായിക്കേ, അള്ളാഹിനെ സഹായിക്കണ്ട അങ്ങനെ ആരും. എന്നാ അറബി വായിച്ചിട്ട് വെച്ചാൽ മതി. അള്ളാഹ് പറഞ്ഞത് അങ്ങോട്ട് വായിച്ചാൽ മതി. ആ പറഞ്ഞ സാധനത്തിന്റെ അർത്ഥം അങ്ങോട്ട് വായിച്ചാൽ മതി. അള്ളാഹിനെ സഹായിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തിനാ മൂട്ടിന്ന്? അറബി വായിച്ചിട്ട് അർത്ഥം വെക്ക്. അറബി വായിച്ചിട്ട് അർത്ഥം വെക്ക്. അല്ല, അതിന്റെ അർത്ഥം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് വായിച്ചാൽ പോലെ. എന്നാ പിന്നെ വിശദീകരണം വായിക്കും. വിശദീകരണം ഞാൻ വായിക്കാം. ഇറങ്ങിച്ചെന്ന് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. അതെന്തുവാ സാധനം? മോളെ അനക്കറിയാം, എന്നെ ഇരുത്തിയിട്ട് അറബി വായിക്ക്. ഒന്നെങ്കിൽ അറബി വായിക്കും മോളെ, അറബി വായിക്കാൻ അറിയെങ്കിലും വായിക്കുക, അല്ലെങ്കിൽ വിശദീകരണം വായിക്ക്. അതിന്റെ തഫ്സീർ വായിക്ക്. അച്ഛൻ തഫ്സീർ വായിക്ക്. ഞാൻ വായിക്കാം. അറബി വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഒന്നാമത്തെ ആയത്താണ് തെറ്റി. അതല്ല, അങ്ങനെയല്ല ഉള്ള. പിന്നെ താങ്കൾ വായിക്കുമെങ്കിൽ ഓരോന്നോരോന്ന് വരട്ടെ. അറബി വായിക്കട്ടെ മോളെ, അറബി വായിച്ചിട്ട് പറഞ്ഞിട്ട് പോയാ പോരെ? എന്നോട് പ്ലീസ് ഒരു മിനിറ്റ് പ്ലീസ് എന്നോട് ദേഷ്യപ്പെടല്ലേ പ്ലീസ്. പുള്ളിക്കാരനെ ഇവിടെ മാന്യമായിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുക, അല്ലാതെ ആയിഷനെ വിളിക്കുന്ന ഇവിടെ വിളിക്കരുത്. എനിക്ക് കൂടെ കൊണ്ടൊരു അടി കൊടുക്കണം പ്ലീസ്. തഫ്സീർ വായിക്കേ. നെഞ്ചു വിരിച്ചിരിക്കുന്നവന്റെ കൂടെ കൊണ്ട് എനിക്കൊരു അടി കൊടുക്കണോ പ്ലീസ്? അതുകൊണ്ട് ഇറക്കി വിടല്ലേ, അടി വരുന്നതേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ വാക്കർത്ഥം വെച്ചിട്ട് വായിക്കുകയാണെങ്കിൽ അറബി വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറ. വായിക്കുക, അടുത്ത വായിക്കുക. അതല്ല മോനെ, അങ്ങനെയല്ല ഉള്ള ഇല്ലേ, അങ്ങനെയല്ല ഉള്ള അറബി പഠിക്കാൻ നോക്ക്. സിസ്റ്റർ ഒരു സെക്കൻഡ്. സലാം ഇവിടെ വെല്ലുവിളിക്കുന്ന കേട്ടോ. ഇതിനകത്ത് ഏത് ഖുർആൻ ആയത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാലും താങ്കൾ അതിന്റെ വാഗ്ദാനം പറയുമെന്നുള്ള കാര്യം ഉറപ്പാണോ? അതെ, ശരി. ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സിസ്റ്റർ, ഒരു സെക്കൻഡ് സിസ്റ്റർ, സോറി, ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാ. ഈ ഇസ്ലാം ഒരു മനുഷ്യൻ ഇസ്ലാം ആവണമെന്നുണ്ടെങ്കിൽ അറബി പഠിക്കണമെന്ന് നിങ്ങളുടെ ഹദീസിനകത്ത് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, വിഷയമുണ്ട്, വിഷയം മാറിയിട്ടില്ല. അല്ല, അറബി വായിക്കണോന്ന് പറയുമ്പോ എന്തിന് വായിക്കണം? ഞാൻ താഴെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുവാന്നേ ഇവരൊക്കെ. ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഇല്ല? സലാമേ, ഞാൻ ചോദിക്കുന്നത് ഈ അറബി അറിഞ്ഞാലേ ഒരാൾക്ക് ഖുർആൻ വായിക്കാവൂ, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാവൂ നിങ്ങളുടെ ഹദീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹുവോ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അറബി ഭാഷയിലാണ്. 28 അക്ഷരം പഠിക്കണോ? അതുകൊണ്ട്
28 അക്ഷരം പഠിക്കണം. ഇത് ഈ ഭാഷയിൽ മാത്രമേ സംസാരിക്കാവൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അറബിയിലുള്ള ക്വസ്റ്റ്യൻ ഏതൊരു ഭാഷയിലാണെങ്കിൽ പോലും ആ ഒരു ഭാഷയിൽ തന്നെ സംസാരിക്കണം. കറണ്ട് പോയിരിക്കുകയായിരുന്നു, ഇപ്പൊ കറണ്ട് വന്നു, അതുകൊണ്ട് വൈഫൈ ഓക്കെ ആയി. നമ്മൾ താമസിക്കുന്നത് റേഞ്ചിന്റെ നല്ല പ്രശ്നമുണ്ട്. അപ്പൊ സലാമ് പറഞ്ഞത് ഇത് കുതിരയുമായിട്ടുള്ള വിഷയമാണെന്നാണ് സലാം പറഞ്ഞത്, ശരിയല്ലേ? ഞാൻ താങ്കൾ ചോദിക്കുന്നതിന് മറുപടി കണക്കായിട്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു കയ്യിൽ ഗ്രന്ഥം എന്റെ കൈമേൽ ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞായിരുന്നു. എന്നാ പിന്നെ റീപ്ലേ ഒരു മിനിറ്റ് ഒന്ന് കേട്ടു നോക്കട്ടെ. പറഞ്ഞിരുന്നു പറഞ്ഞത് അറബി വായിക്കാനാ. അറബി വായിക്കാൻ പറഞ്ഞു, അത് കേട്ടു. പക്ഷെ പുസ്തകം കയ്യിലില്ലെന്നുള്ള കേസ് ഞങ്ങൾ കേട്ടില്ല. പറഞ്ഞിരുന്നു. അപ്പൊ പുസ്തകം സലാം ഇപ്പൊ ഈ പറഞ്ഞ ഈ വാങ്ങി വലിക്കുന്ന എല്ലാം കുതിരയുടെ വിഷയമാണെന്ന് സലാം ഏത് തഫ്സീറിൽ നിന്ന് പഠിച്ചതാണ് എന്റെ ചോദ്യം. അന്നേരം ഞാൻ താങ്കളോട് പറഞ്ഞു താങ്കളത് വായിച്ചു നോക്കിന്ന് പറഞ്ഞു. അതല്ല ഞാൻ ചോദിക്കാം. അല്ല ഇപ്പൊ സലാം ഇപ്പൊ ഒരു തഫ്സീർ ആയിരിക്കുമല്ലോ. സലാമ ഇതിപ്പം നമ്മൾ ഈ റീപ്ലേ ഉണ്ടല്ലോ അതൊന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സലാം ഒന്ന് മ്യൂട്ട് ചെയ്തേ. സലാം അത് പറഞ്ഞോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. സലാം പറഞ്ഞ ആ വിഷയം ഒന്ന് കേൾപ്പിക്കണ്ട, ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഞാൻ വന്നത് മുതലേ കേൾപ്പിക്ക്. വന്നത് മുതലല്ല, എന്റെ ചോദ്യങ്ങളുമായിട്ട് കേൾപ്പിച്ചാ പോരെ. ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ അവിടെ മുതലേ കേൾപ്പിച്ചാ പോരെ. കുതിരമേല പുറപ്പെടുന്നത്. അപ്പൊ അതിവേഗം കുതിക്കുന്നവയോ? തീർച്ചയായിട്ടും അതും കുതിര തന്നെയല്ലേ. സലാമേ, അജീഷ് ബഹുമാനായിട്ട് അറബി അറിയോ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറബി അറിയത്തില്ല. എന്റെ ഇരിക്കുന്ന ഖുറാന്റെ അകത്ത് ഒരു സൈഡിൽ അറബി ഒരു സൈഡിൽ മലയാളം. ഞാനത് എന്തൊക്കെയാണ് എഴുതിയ പണ്ഡിതന്മാരിൽ എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം അവർ ആ അറബിയിൽ എന്താണോ അത് തന്നെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്തരം പുസ്തകങ്ങൾ മാത്രം മേടിക്കുന്നത്. നേരത്തെ എനിക്ക് എന്റെ ഹദീസ് ഉണ്ടായിരുന്നു, അറബി ഇല്ലാത്ത ഹദീസ്. അതൊരിടത്ത് ഡിബേറ്റിന് എടുത്തു വെച്ചപ്പോ അവര് പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനത് മാറ്റി. പിന്നെ ഒരു സൈഡിൽ അറബി ഒരു സൈഡിൽ മലയാളം ഉള്ളത് മാത്രം മേടിക്കാം. എന്താ സലാമ ഇത് ഈ 79 അധ്യായം? 79ാമത്തെ അധ്യായം നാസിയാത്ത് അതല്ലേ? വലിച്ചെടുക്കുന്നവ. എന്നിട്ട് അതിന്റെ അവസാനം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനം എന്താ പറഞ്ഞ? കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായ മലക്കുകളാണ് സത്യം. തീർച്ചയായിട്ടും മലക്കുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മലക്കുകളുടെ ഒരു വരവുണ്ട് അവിടെ. ആ വരവിനെ കുറിച്ചിട്ട് കാണിക്കുന്ന ആ ഒരു രംഗമാണത്. മലക്കുകൾ വരുന്ന ആ ഒരു രംഗത്തെ കുറിച്ച്. അപ്പൊ ഈ ആഞ്ഞു വലിച്ചെടുക്കുന്നവയും അതെന്തുവാ? മലക്കെന്തോ സംഭവം? മലക്കുകളുടെ കയ്യിൽ അതിൻ്റെതായ ആയുധങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. ഈ സാവധാനം ആനയിക്കുന്നവയും അതെന്തോ സംഭവം? തീർച്ചയായിട്ടും അത് കുതിര സവാരിയായിട്ട് ചെയ്യുന്ന സമയത്താണ് ഈ മലക്കുകൾ കുതിരയിലാണ് കുതിരമേല പുറപ്പെടുന്നത്. അപ്പൊ അതിവേഗം കുതിക്കുന്നവയോ? തീർച്ചയായിട്ടും അതും കുതിര തന്നെയല്ലേ? കുതിര തന്നെ. അപ്പൊ മത്സരിച്ച് മുന്നേറുന്നവയോ? അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിലെ ബദർ യുദ്ധത്തിലെല്ലാം മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടതായിട്ടും ഹദീസിലും ഇത് ഏത് പണ്ഡിതന്റെ അഭിപ്രായം സലാം പറയുന്നത്? താങ്കളത് വായിച്ച് അതിന്റെ തഫ്സീറിൽ വായിച്ചു നോക്കി താങ്കൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനേ പറ്റും. അതല്ല ഞാൻ ചോദിക്കാം. അല്ല ഇപ്പൊ സലാം ഇപ്പൊ ഒരു തഫ്സീർ ആയിരിക്കുമല്ലോ പറഞ്ഞു. ഏത് തഫ്സീറാ ഇത്? എന്റെ കയ്യിൽ ഇപ്പൊ തഫ്സീറൊന്നും ഇല്ല. അല്ല പിന്നെ ഈ അഭിപ്രായം എവിടുന്ന് കിട്ടി ഈ വിവരണം? താങ്കൾ ഇപ്പൊ മലക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അത് മലക്കുകളാണെന്ന് പറഞ്ഞല്ലോ അവിടെ. ഞാൻ മലക്കുകളെ പറ്റി പറഞ്ഞില്ല. ഈ ഖുറാന്റെ പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നവയ മലക്കുകളാണ് സത്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ആണോ ഇത് മലക്കാണെന്നാണോ പറയുന്നത്? അതിനെ മലക്കുകളെ കുറിച്ചിട്ട് അതായത് താങ്കളിപ്പോ പറഞ്ഞു. അതാ ചോദിച്ചേ, സലാമിന് ഈ അറിവ് എവിടുന്നാ കിട്ടിയത് ഈ കുതിരയാണെന്നുള്ളത്? അതിന്റെ തഫ്സീർ വായിച്ചു നോക്കണം അജീഷെ. അതെ, ഏത് തഫ്സീറിനാ സലാമിന് ഈ അഭിപ്രായം കിട്ടി? ഇത് പറയാനുള്ള സലാം എവിടുന്ന് വായിച്ചിട്ടാണ് എനിക്ക് ഈ മറുപടി തന്നത്? താങ്കൾക്ക് അത് വായിച്ചു നോക്കാം. അതിന്റെ തഫ്സീറുകൾ അല്ല ഒച്ച കൂട്ടിയിട്ട് കാര്യമില്ല. ഞാൻ സലാം ഇപ്പൊ രാജാപ്രഭുനോട് ചോദിച്ചു നിങ്ങളൊരു പുസ്തകം വായിക്കാതാണോ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്ന സലാം ഇപ്പൊ ഈ പറഞ്ഞ ഈ വാഞ്ഞു വലിക്കുന്ന എല്ലാം കുതിരയുടെ വിഷയമാണെന്ന് സലാം ഏത് തഫ്സീറിൽ നിന്ന് പഠിച്ചതാണ് എന്റെ ചോദ്യം. ഞാൻ ഏത് തഫ്സീറിൽ നിന്ന് പഠിച്ചതാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കളിപ്പോ വായിച്ചിട്ടുള്ള ആ നാസിയാത്തിന്റെ സൂറത്തിന്റെ 1 മുതൽ അവസാനം വരെ വായിക്കുക. എന്നിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ തഫ്സീർ വായിച്ചു നോക്കുക.
എന്നിട്ട് എനിക്കത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ സലാമിനോട് അപ്പൊ സലാം പറഞ്ഞ് ഇത് കുതിരകളെ പറ്റി പറയുന്നതാണ്. ഈ പഠനം സലാമിന് എവിടുന്ന് കിട്ടി? ഞാൻ താങ്കളോട് ആവർത്തിച്ചിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് തന്നെ. താങ്കൾക്ക് അതിന്റെ തഫ്സീറുകളിലേക്ക് വായിച്ചു നോക്കാറുണ്ടല്ലോ. അതെ, സലാമിന് ഏത് തഫ്സീർ കിട്ടിയത്? സലാമിന് ഈ അറിവ് ഏത് തഫ്സീറിൽ നിന്ന് കിട്ടിയതാണ്? ഞാൻ അതൊന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടിയാ. താങ്കളത് വായിച്ചു നോക്ക്. ഏത് തഫ്സീറാന്ന് പറയുന്നേ? ഞാൻ സലാം ഇപ്പോൾ എനിക്ക് മറുപടി തന്ന തഫ്സീർ ഏതാന്ന് പറയാം. അതൊന്ന് വായിച്ചു നോക്കാനാണ്. അമാനി മൗലവിന്റെ തഫ്സീർ എടുത്തിട്ട് വായിച്ചു നോക്ക്. എന്റെ കയ്യിൽ അത്ര ഉള്ള കാര്യം. അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ അത് പറയേണ്ടത് ഇപ്പൊ എടുത്ത് വായിക്കും. ഒരു മിനിറ്റ്. അമാനി മൗലവിയുടെ തഫ്സീർ. സലാം എവിടെ വരെയാണ് നമ്മൾ സംസാരിച്ച് അതിനുശേഷം ഇവിടെ കറണ്ട് പോയി. അപ്പൊ സലാം പറഞ്ഞത് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ അകത്ത് ഇത് കുതിരയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് സലാം പറയുന്നത്. ഇനി അമാനി മൗലവിയുടെ തഫ്സീറിനകത്ത് അങ്ങനെ ഉണ്ടോ സലാമേ? ആ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഇപ്പൊ തഫ്സീർ ഇല്ലാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നു അമാനി മൗലവിയുടെ തഫ്സീർ കയ്യിലുണ്ടെന്ന്. നിക്ക് ഒരു മിനിറ്റ് അച്ചോച്ചാൻ ഇടയ്ക്ക് കയറരുത്. എന്നാ അച്ചോച്ചാൻ സംസാരിക്കും. അല്ല സലാമേ, ലാസ്റ്റ് പറഞ്ഞ അമാനി മൗലവിയുടെ തഫ്സീർ ആണുള്ളത് എന്ന് പറഞ്ഞു. വായിച്ചു നോക്കാൻ പറഞ്ഞതല്ലേ അജീഷ പറഞ്ഞേ? താങ്കൾക്ക് 2 പ്രാവശ്യം സംസാരിച്ചില്ലേ താങ്കളോട്? 2 പ്രാവശ്യം താങ്കൾ വായിച്ചു നോക്കുന്നു. ഞാൻ സലാം ഇപ്പോൾ എനിക്ക് മറുപടി തന്ന തഫ്സീർ ഏതാന്ന് പറയാം. അതൊന്ന് വായിച്ചു നോക്കാനാണ്. അമാനി മൗലവിന്റെ തഫ്സീർ എടുത്തിട്ട് വായിച്ചു നോക്ക്. എന്റെ കയ്യിൽ അത്ര ഉള്ള കാര്യം. അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ അത് പറയേണ്ടത് ഇപ്പൊ എടുത്ത് വായിക്കും. ഒരു മിനിറ്റ്. അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കാം. അത് എന്റെ കയ്യില് എന്തായാലും സലാമ പറഞ്ഞേ. അതെ, അജീഷിനോട് അമാനി മൗലവിന്റെ തഫ്സീർ എടുത്തിട്ട് വായിച്ചു നോക്കുന്നു. അതന്നെയല്ലേ പറഞ്ഞു. ശരി, അപ്പൊ അമാനി മൗലവിയുടെ തഫ്സീറിന്റെ അകത്തുള്ള കാര്യമാണോ സലാം എന്നോട് പറഞ്ഞത്? ഉറപ്പാണോ? എന്റെ കയ്യിൽ തഫ്സീർ ഇല്ല എന്ന് ഞാൻ താങ്കൾ പറഞ്ഞില്ലേ? അത് പറഞ്ഞു ഇല്ല? ശരി, താങ്കളുടെ കയ്യിൽ തഫ്സീറില്ല. പിന്നെ അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കാൻ പറയുമ്പോ താങ്കൾ പറഞ്ഞ ആശയം അതിന്റെ അകത്തുണ്ടോ? വായിച്ചു നോക്ക് എന്ന് പറയുമ്പോ താങ്കൾ വായിച്ചിട്ട് എന്നോട് പറയണം അങ്ങനെ ഇല്ല എന്നോ ഉണ്ടോ എന്നോ. അതല്ല അതിന്റെ അർത്ഥം. അങ്ങനെയല്ല നമ്മൾ ഭാഷയിൽ സംസാരിക്കുന്നത്. അങ്ങനെയാണോ ഭാഷ? അതിപ്പോ താങ്കൾക്ക് എന്നോട് പറഞ്ഞ ആ മറുപടി എവിടുന്ന് കിട്ടി? ഏത് തഫ്സീറിൽ നിന്ന് കിട്ടി? അത് പറ. എന്നോട് പറഞ്ഞില്ലേ ഇത് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതെങ്ങനെ, അത് എവിടുന്ന് കിട്ടി? യുദ്ധത്തിന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ ആ അറിവ് എവിടുന്ന് കിട്ടി? ഏത് തഫ്സീറാ? താങ്കൾക്ക് ഇപ്പൊ അതിൽ തന്നെ പിടിച്ച് തൂങ്ങി നിൽക്കുക ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിഷയങ്ങൾ അത് തന്നെ. കാരണം എനിക്കതിന്റെ താങ്കൾ പറഞ്ഞു, ഇവിടെ ബാക്കിയുള്ളവരോട് പറഞ്ഞു നിങ്ങളൊരു പുസ്തകം വായിച്ചിട്ട് അതിൽ നിന്ന് ചോദിക്കും നെഞ്ചും പിരിച്ച് നിൽക്കുകയല്ലേ മറുപടി തരാന്ന്. ഞാൻ നെഞ്ചു പിരിച്ചിരിക്കുന്ന സലാമിനോട് നിങ്ങളുടെ പുസ്തകം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഈ കുതിര എന്ന് പറഞ്ഞ ഈ സാധനം 79-ാം അധ്യായത്തിന്റെ അകത്ത് ഈ വലിച്ചെടുക്കുന്നതാന്ന് പറഞ്ഞ ഈ അധ്യായത്തിന്റെ അകത്തുള്ള 1 മുതൽ 5 വരെയുള്ള ആയത്തിന്റെ അകത്ത് അത് ഒരു ഖുറാന്റെ അകത്താണ് അങ്ങനെ പരിഭാഷ കേട്ടോ. വേറെ അമാനുമാരുടെ തഫ്സീറിന്റെ അകത്ത് വേറെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും 2 രീതിയിലാണ്. അത് വേറൊരു വശം. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഈ വലിച്ചെടുക്കുന്ന ഊരിയെടുക്കുന്ന ഇതെല്ലാം സംഭവം എന്ന് പറയുന്നത് കുതിരയാന്ന് പറഞ്ഞത് എവിടുന്ന് അറിവ് കിട്ടി? ഏത് പണ്ഡിതന്റെ അഭിപ്രായമാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതൊന്ന് പറഞ്ഞേ. താങ്കൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലായതിന് ശേഷവും താങ്കൾ എന്താ പറയുന്നത്? ഇതിപ്പോ ഒരു തർക്ക വിഷയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ മലർത്തി അടിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ ഒരു സിസ്റ്ററോട് പറഞ്ഞ് എൻ്റെ കയ്യിൽ തഫ്സീർ ഇല്ലാതെ ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ആ സിസ്റ്ററും കൂടി അംഗീകരിച്ചു. ഓക്കെ, സലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ഞാനത് മാന്യമായ രീതിയിൽ അത് അംഗീകരിച്ചു. തീർച്ചയായിട്ടും ഞാൻ തഫ്സീർ കയ്യിലില്ലാതെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ തഫ്സീർ കയ്യിലില്ലാതെ ഈ പണ്ഡിതന്മാര് പറഞ്ഞതിന് വിപരീതമായിട്ടാണോ നേരത്തെ സലാം സംസാരിച്ചെന്നോട്? ഈ ആഞ്ഞു വലിച്ചത് കുതിരയാണ്, സാവധാനം ആനയിക്കുന്നതും കുതിരയാണ്, അതിവേഗം കുതിക്കുന്ന യുദ്ധത്തിന് വേണ്ടിയാണ്, മത്സരിച്ച് മുന്നേറുന്നവ യുദ്ധത്തിന് വേണ്ടിയാന്നൊക്കെ പറഞ്ഞത് പണ്ഡിതന്മാരുടെ അറിവില്ലാതെ താങ്കളുടെ അഭിപ്രായമാണ് എന്നോട് സംസാരിച്ചത്. താങ്കൾക്ക് ആ വിഷയവുമായിട്ട് സംസാരിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് തഫ്സീറിലേക്ക് വായിച്ചു നോക്ക് ആവർത്തിച്ചു. അതിലൊന്നും താങ്കൾ പറഞ്ഞത് ഏത് തഫ്സീറിനാണെന്നൊന്ന് പറ. താങ്കൾ എന്നോട് ഇപ്പൊ പറഞ്ഞല്ലോ ഇത് കുതിരയെ പറ്റിയാണ്, യുദ്ധത്തിന് പോകുന്നതിനെ പറ്റിയൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അത് ഏത് ഇതിൽ നിന്നാണ് പറഞ്ഞത്? അതൊന്ന് പറഞ്ഞേ. അജീഷേ, ആ വിഷയം വിട്, മനസ്സിലായ? ആ വിഷയം വിടത്തില്ല. ആ വിഷയം എന്തിനാ വിടേണ്ട കാര്യം? ഞാൻ അല്ലല്ല
പിന്നെ താങ്കളല്ലേ ഇവിടെ പറഞ്ഞത് ഒരു പുസ്തകം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് നോക്കിയിട്ട് അത് വായിച്ചിട്ട് സലാമിനോട് വരും, സലാം ഇവിടെ നെഞ്ചി പിരിച്ചിരിക്കാൻ. ഞാൻ നിങ്ങളുടെ ഖുറാൻ 79 അധ്യായം എടുത്ത് കൈവച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞ ഈ ആഞ്ഞു വലിക്കുന്നത് കുതിരയാണെന്ന് പറഞ്ഞു, സാവധാനം ആനയിക്കുന്നത് കുതിരയാണെന്ന് പറഞ്ഞു, അതിവേഗം കുതിക്കുന്നത് കുതിരയാണെന്ന് പറഞ്ഞു, മത്സരിച്ച് മുന്നേറുന്നത് കുതിരയായിട്ട് യുദ്ധത്തിന് പോകുന്നതാണെന്ന് പറഞ്ഞു. ഇത് എവിടുന്ന് കിട്ടി താങ്കൾക്ക് ഈ അറിവ് ഇത് കുതിരയാണെന്നുള്ളത്? അതാണ് എന്റെ ചോദ്യം. ഫുള്ളായിട്ട് വായിച്ചു നോക്കിയാ? അല്ല, താങ്കൾ പറയും താങ്കൾക്ക് ഈ അറിവ് കിട്ടിയത് എവിടുന്നാന്ന് പറ. ആയിക്കോട്ടെ, താങ്കൾക്ക് ഇപ്പൊ ആ ഏതായിക്കോട്ടെ നോക്കിയാ തഫ്സീർ ഞാൻ പറ, താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ മറുപടി എവിടുന്ന് കിട്ടി, ഏത് തഫ്സീറാണെന്ന് പറ. താങ്കളുടെ ഓരോ ചോദ്യത്തിന് കണക്കായിട്ട് ടക്ക് ടക്ക് എന്നുള്ള മറുപടിയാണത്, മനസ്സിലായ? ഞാൻ വായിക്കാണ്ട് ടക്ക് ടക്ക് എന്നുള്ള മറുപടിയാ. അതിപ്പോ പണ്ഡിതന്മാര് അമാനു മൗലവി പറഞ്ഞത് പോലും അല്ല, അമാനു മൗലവി പറയാത്ത കള്ളത്തരമാണ് ചിലപ്പോ സലാം പറഞ്ഞത്. താങ്കൾ എന്താ പറഞ്ഞ അമാനു മൗലവിയുടെ അടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞു. അമാനു മൗലവിയുടെ തഫ്സീർ എന്റെ ഉള്ളത് കൊണ്ട് ഞാനത് വായിച്ചു നോക്കി. കാരണം അത് നേരത്തെ പോലെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതല്ലേ. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇത് കുതിരയുടെ ആണ്, യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാന്ന് എഴുതിയിട്ടില്ല. മലക്കുകളായിട്ടുണ്ടല്ലോ, മലക്കുകളായിട്ട് ബന്ധപ്പെട്ടത് അതെവിടെ എഴുതിയിരിക്കുന്നത്? മലക്കുകളുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? അമാനുമാരുടെ തഫ്സീറിൽ എവിടെ എഴുതിയിരിക്കുന്നു? അത് ഒന്ന് വായിച്ചേ. ഒരു മിനിറ്റ് എടുത്തു. മരണസമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ട് അള്ളാഹു ഈ വചനത്തിൽ സത്യം ചെയ്യുന്നു. മലക്കുകൾ ഇതെവിടുന്നാ വായിക്കുന്നത്? അമാനി മൗലവി. അപ്പൊ പിന്നെ കയ്യില് തഫ്സീർ ഇല്ലാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം തഫ്സീർ എടുത്തില്ല, ആ സമയത്ത് ഇല്ല എന്നല്ല പറയും. എന്താ താങ്കൾക്ക് എന്താ ഒരു വായിച്ചോളൂ മനുഷ്യത്വം കാണിച്ചോണ്ടിരിക്കുക. ബാക്കി വായിച്ചേ. മരണസമയത്ത് മനുഷ്യർ അല്ല, താങ്കൾ പറഞ്ഞ കുതിര അല്ല, താങ്കൾ പറഞ്ഞ കുതിര അവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ബാക്കിയുള്ളവരെ അറിയണ്ടേ. കുതിരന്റെ മേലെ പിടിക്കണ്ട. പിടിക്കും. കാരണം താങ്കളല്ലേ പറഞ്ഞ കുതിരയുടെ വിഷയമാണെന്ന്. താങ്കളല്ലേ പറഞ്ഞ കുതിരയുടെ വിഷയമാണെന്ന്. കുതിരയുടെ വിഷയമാണെന്ന് താങ്കളല്ലേ പറഞ്ഞ. കുതിര എവിടാന്നൊന്ന് അമാനിമലോടെ തഫ്സീർ എന്നൊന്ന് കാണിച്ചു തന്നെ. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും കുതിരയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഇത് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ആയത്താണെന്നൊന്ന് പറഞ്ഞു തന്നെ. ഈ 4ാമത്തെ ആയത്ത് അതെല്ലാം തഫ്സീർ എടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ കയ്യിൽ തഫ്സീർ ഇല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ. അപ്പൊ പിന്നെ കയ്യിലില്ലാത്ത സംഭവം താങ്കൾക്ക് ഈ അഭിപ്രായം എവിടുന്ന് കിട്ടി? ഈ കുതിരയുമായിട്ട് ബന്ധപ്പെട്ടാണ് 4ാമത്തെ ആയത്ത് യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത്. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല അല്ലെ? അപ്പൊ ഈ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തോണ്ട് ഇനി ഞാൻ വേറെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയല്ല സലാമേ? അല്ല, നാലാമത്തെ ആയത്തില് ഈ മുന്നോട്ട് കുതിച്ചു പോകുന്നവ എന്ന് പറഞ്ഞാൽ അത് കുതിരയാണെന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് ഈ കുതിര യുദ്ധത്തില് ഉള്ള സംഭവമാണ്, കുതിരയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതിന്റെ ആ തഫ്സീർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അമാനുവരുടെ തഫ്സീറിന്റെ അകത്ത് എന്തൊക്കെയുള്ള അതില്ല. ഒരു ചോദ്യമുണ്ട്. അല്ല, ഊക്കോടെ ഒഴുകി വരുന്നതാണ് സത്യം, അതെന്തുവാന്ന് ചോദിക്കണേ. അത് ചോദിക്കാം. അതിപ്പോ അമാനുവയുടെ തഫ്സീറിന്റെ അകത്ത് അതില്ല. അന്നേരം ഈ ഇത് ഞാനെടുത്ത് വായിച്ച ഇമാം റാസിയുടെ ഇതായിരുന്നു. അതിന്റെ അകത്തും ഈ അമാനുവയുടെ തഫ്സീറും മറ്റുള്ളവരുടെ അകത്തൊക്കെ ഈ ആയത്തില് വളരെ വ്യത്യസ്തമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിപ്പോ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണല്ലോ, ഒരു കാരണവശാലും ഒരു കാര്യം പറയാം. ഈ മലക്കുകൾ തന്നെയാണ് സത്യം എന്ന് എഴുതിയിരിക്കുന്നത് ഇമാം റാസിയുടെ ഖുറാന്റെ അകത്താണ്, ഇമാം റാസിയുടെ പരിഭാഷയ്ക്കകത്താണ്. എന്നാൽ അമാനു മൗലവിക്കകത്ത് 5ാമത്തെ ആയത്ത് വന്നിട്ട് എന്നിട്ട് കൽപ്പന ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം, അവിടെ മലക്കില്ല. അത് വേറൊരു വശം. അതിപ്പോ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഈ ഇതിന്റെ അകത്ത് എവിടെയാണ് സലാം ഈ കുതിരയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 4 ആയത്ത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നെ. താങ്കൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല അല്ലേ? മുഹമ്മദ് ദൈവം തീരുമാനിച്ചിട്ടില്ലല്ലേ? ദൈവം ആരാന്ന് തീരുമാനിച്ചിട്ടില്ല അജീഷല്ലേ? ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ. ശരി, അന്നേരം ഇനി ദൈവം ആരാന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇനി അപ്പൊ അത് തീർന്നേ. അപ്പൊ അത് തീർന്നു. ഒരു മിനിറ്റ്. നോ. അജീഷ് ബ്രദറെ, ഇയാളെ കൊണ്ട് രാജാ ബ്രദറിനോട് ക്ഷമ ചോദിക്കാൻ പറ. ഒരു വട്ടും പൊട്ടും അറിയാതെ ഇവിടെ വന്നിട്ട് കള്ളം പറഞ്ഞതിനും അള്ളാഹുവിനെ പറ്റി പറയാൻ നിനക്കെന്താ അവകാശം എന്ന് ചോദിച്ചു. ഇവനൊരു കുന്തം കുടച്ചൊക്കെ അറിയാത്തവൻ പുസ്തകങ്ങൾ വായിച്ച് നല്ല ജ്ഞാനമുള്ള ഒരാളോട് ചോദിക്കാൻ നിനക്കെന്താ അവകാശം? അറബി അക്ഷരം 28 അക്ഷരം പറയട്ടെ.
എടാ അറബി അക്ഷരം കൊണ്ട് രാജക്ക് ധൈര്യം രാജക്ക് ഞാൻ ക്ഷമ പറയാ തയ്യാറാ. ഞാൻ പറയാം അജീഷ് സാറേ, ആ നെഞ്ച് വിരിച്ച വിരിപ്പ് കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? നെഞ്ച് വിരിച്ചത് ഇച്ചിരി ഒന്ന് ലൂസ് ആയിട്ടുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇവിടെ ഒരു കൂട എടുത്തു വെച്ചോണ്ടിരിക്കുക, നെഞ്ചാൻ കൂടി ഞാൻ സലാമേ, ഈ സലാമു പറഞ്ഞത് ഈ ദൈവം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സലാമ, നിങ്ങളുടെ ദൈവം ആരാ? നമ്മളെ ദൈവം നെഞ്ചു വിരിച്ചിട്ട് തന്നെ പറയൂ, അള്ളാഹു എന്ന്. അല്ലാഹു. ഓക്കെ, അല്ലാഹു ദൈവമാണെന്ന് സലാമു വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഖുറാനകത്ത് അല്ലാഹു ഓക്കെ 1000 ഈ ഖുറാന്റെ അകത്ത് 1 മുതൽ 114 അധ്യായമുള്ള 6666 ആയത്തുകളുള്ള ഖുറാന്റെ അകത്ത് എവിടെയാണ് അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് എവിടെ ഉള്ള? അന അല്ലാഹു ഇന്നി അല്ലാഹു ഇന്നി അന അല്ലാഹു ഫഅബ്ദുനി നീ എന്നെ ആരാധിക്കൂ, ഞാനാണ് അല്ലാഹു. എവിടെ എഴുതിയിരിക്കുന്നത്? സൂറത്ത് ത്വാഹ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറബി തെറ്റിക്കല്ല, എല്ലാത്തിനും ശ്രദ്ധിച്ചു പറയണം. ഓക്കാനിക്കുമ്പം ഓക്കാനിച്ച് പറയണം, അന്നേരം ശരിയാവും. ഒരു മിനിറ്റ്, ഞാനത് ശരിയാണെന്ന് തന്നെ നോക്കട്ടെ. ഇനി പൈല് പിടിക്കൂ അജീഷ്, എനക്ക് ഞാൻ ഓർക്കൊണ്ട് പറഞ്ഞതാ. 20ാമത്തെ അധ്യായമല്ലേ ഈ പറയുന്നത്? ത്വാഹയില് 14ാമത്തെ ഒരു വാക്യം എടുത്തു നോക്കിയാ അജീഷ്, അത് കറക്റ്റാന്നറിയില്ല, ഞാൻ എടുത്തരാം. മൂസേനോട് പറയുന്നത് ആ വാക്യം എടുക്കും. ഇതാരെ ഈ ഇടയ്ക്ക് കയറുന്നത് രാജാ ബ്രദറെ? അയാൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ. അല്ല, അയാളുടെ സംശയമില്ല, അയാൾക്ക് ഭയങ്കര ധൈര്യത്തോടെ നെഞ്ചും വിരിച്ചെന്നല്ലേ പുള്ളി പറഞ്ഞത്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തുണ്ടെന്ന് പറഞ്ഞത്. പുള്ളി നെഞ്ചു വിരിച്ചല്ലേ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഏകദേശം ഓഡിയൻസ് ആയിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. നെഞ്ചു വിരിച്ചിട്ട് തന്നെ ഉള്ളത് ആണല്ലേ? എത്രാമത്തെ ആയത്താണ്? അതെ കറക്റ്റ് കേട്ടോ. ത്വാഹാന്ന് തന്നെയാണ്, അല്ലാതെ സ്വാഹാന്നല്ല. ത്വാഹാന്ന് തന്നെയാ. ഞാനത് പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റിക്കല്ലേന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ. അതിന്റെ എത്രാമത്തെ ആയത്താണ്? അത് 13 നോക്കിയാ. 13 അല്ലേ? ഇന്നി അനല്ലാഹ് ഇന്നി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി ഫഅഖിമിസ് സ്വലാത ലിദിക്രി. ഓക്കെ. അപ്പൊ ഇത് അല്ലാഹു അറിവ് കൊടുക്കുക. ഇത് അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ആയത്താണല്ലേ? അജീഷിനോടാ പറയുന്നത്. ഇത് അജീഷിനോടാ പറയുന്നത്. അല്ല, അജീഷിനോടല്ല ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം ഇതാണ്, അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് ഖുറാന്റെ അകത്ത് എവിടെയാണ് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തുള്ളത് എന്നായിരുന്നു എന്റെ ചോദ്യം. താങ്കളോടാ പറയുന്നത് ഖുറാനി, താങ്കളോടാ പറയുന്നത് ഖുറാനി. അപ്പൊ ഞാൻ നിങ്ങളുടെ പ്രവാചകനാണല്ലേ? അപ്പൊ എന്നെ പ്രവാചകൻ എന്ന് വിളിച്ചോ? ഞാൻ തിരുമേനിയാണോ വരുമ്പോ നിങ്ങളുടെ? താങ്കളോടാ പറയുന്നത് അല്ല, ഞാൻ നിങ്ങളുടെ അന്ത്യപ്രവാചകനാണോ? ഞാൻ മുഹമ്മദാണോ? ഞാൻ മുഹമ്മദാണോ? അല്ല, എന്റെ ചോദ്യം ഇതാണ്, ഞാൻ നിങ്ങളുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദാണോ? അല്ല, മുഹമ്മദ് താങ്കൾ മുഹമ്മദ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം എന്റെ ചോദ്യം എന്തായിരുന്നു അറിയാമോ? എന്റെ ചോദ്യം 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയാണ് അള്ളാഹു മുഹമ്മദിനോട് നിങ്ങളുടെ അന്ത്യപ്രവാചകൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ പ്രവാചകനോട് പറഞ്ഞ ആയത്ത് തരാനാണ് ഞാൻ പറഞ്ഞത്. നേരിട്ട് പറഞ്ഞ ആയത്ത് തരാനാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ നിങ്ങൾ ഇത് താഹേന്ന് കൊണ്ടു തന്നു. ഞാൻ ചോദിക്കുന്ന ഇപ്പോഴും ഇത് മുഹമ്മദ് നിങ്ങളുടെ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നത് മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് പറഞ്ഞു കൊടുത്ത ആയത്താണോ ഇത്? നേരിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് തന്നെയാ. നേരിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത്. ഈ അള്ളാഹു മുഹമ്മദുമായിട്ട് നേരിട്ടാണോ 114 അധ്യായമുള്ള ഖുറാൻ മുഴുവനും അള്ളാഹു നേരിട്ട് പറഞ്ഞു കൊടുത്തതാണോ? നേരിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. നേരിട്ട്
അപ്പൊ മലക്കോ? മുഖാന്തരം വന്നിട്ട് മലക്ക് വന്നിട്ട് ഇങ്ങനെ നേരിട്ട് പറഞ്ഞു കൊടുക്കും അള്ളാഹുവിന്റെ. ഞാൻ ചോദിച്ചത് അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ടോന്നായിരുന്നു എന്റെ ചോദ്യം. അതെ, ഇതെല്ലാം അള്ളാഹ് തന്നെ ഇറക്കി കൊടുത്ത അജീഷെ. താങ്കൾ അപ്പൊ പിന്നെ മലക്കോ? ഏത് മലക്ക്? മലക്ക് മുഖാന്തരം അങ്ങ് ഇറക്കി കൊടുക്കുന്നു അള്ളാഹു. അല്ല, അതിനിപ്പോ ഒരാൾ ഇടനില വന്നില്ല. ഞാൻ ചോദിച്ചാൽ നേരിട്ട് പറഞ്ഞോന്നായിരുന്നു എന്റെ ചോദ്യം. മലക്ക് അതിനല്ലേ മലക്കുകൾക്ക് ഡ്യൂട്ടി ഉണ്ട്. മലക്ക് അന്നേരം ഇടയ്ക്ക് വന്നില്ല. എന്റെ ചോദ്യം അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞോന്നാണ് എന്റെ ചോദ്യം. മലക്ക് തന്നെയാണ്, ജിബ്രീൽ അലൈഹി സ്വലാം തന്നെയാണ്. അതെങ്ങനെ മലക്ക് അന്നേരം അള്ളാഹു ആണോ? മലക്കിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മലക്കിന്റെ ഡ്യൂട്ടി അല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അള്ളാഹു മുഹമ്മദിനോട് തരാൻ പറഞ്ഞു താങ്കൾ ഈ താഹേന്ന് കൊണ്ടേ തന്നത്. ഈ താഹേന്ന് കൊണ്ടേ തന്നതിന്റെ അകത്തുനിന്നാണ് എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഇത് അള്ളാഹു എന്തൊക്കെയാണ് മലക്ക് അള്ളാഹു അല്ലല്ലോ. അള്ളാഹു നെറ്റ് പ്രശ്നമുണ്ട്. മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ച ആയത്തുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നേരിട്ട് തന്നെയാണ്, മലക്ക് മുഖാന്തരം നേരിട്ട് അള്ളാഹുവിന്റെ കലാമാണ് ഇത് ഇറക്കി. ഇന്നി അനല്ലാ അജീഷ, ഇന്നി അനല്ലാ, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹു ആണ്. ഹലോ, ലാ ഇലാഹ ഇല്ല, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. എന്റെ ചോദ്യം അതല്ലല്ലോ സലാം. എന്റെ ചോദ്യം പറഞ്ഞാൽ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ചോദ്യം. അജീഷിന്റെ മൈക്കിന് എന്താ പ്രശ്നമുണ്ടോ? ഓക്കെ, അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ഈ ആയത്ത് അള്ളാഹു നേരിട്ട് മുഹമ്മദിന് ഇറക്കി കൊടുത്തതാണോ എന്നാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. മനസ്സിലായോ? ഈ ആയത്ത് ഇറക്കാൻ വേണ്ടി അള്ളാഹു ആണോ നേരിട്ട് വന്നത്, അതോ ജിബ്രീൽ വഴിയാണോ ഇത് കൊടുത്തത്, അതോ അള്ളാഹു നേരിട്ട് വന്ന് മുഹമ്മദിന് കൊടുത്തതാണോ? അതാണ് ചോദ്യം. ജിബ്രീൽ അലൈഹി സ്വലാമാണ് ഇറക്കി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല. അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംസാരിച്ചു? ഈ ഖുർആന്റെ സൂറത്ത് ബഖറയിലെ അവസാനത്തെ രണ്ടായത്ത്. സൂറത്ത് ബഖറ അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്: അള്ളാഹു നേരിട്ട് സംസാരിച്ച ഖുർആനായത്താണ് ഇപ്പൊ താങ്കൾ എന്റെ മുമ്പിൽ വെച്ചത്? തീർച്ചയായിട്ടും. ഉറപ്പാണോ? ജിബ്രീൽ അലൈഹി സ്വലാം അള്ളാഹു നേരിട്ട് താങ്കൾ എന്താ എവിടെ ഇത് ജിബ്രീൽ മലക്കുകളെ കുറിച്ച് താങ്കൾക്ക് വിശ്വാസമൊന്നുമില്ലേ? മലക്കുകളെ ഡ്യൂട്ടി എന്താ താങ്കൾക്ക് അറിയില്ലേ? അള്ളാഹു ഇറക്കിക്കൊണ്ടുവന്ന മുഹമ്മദിനൊന്നും ഞാൻ വിശ്വസിക്കുക. എന്റെ ചോദ്യം വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് എന്തറിയാനാ? ഒന്നും അറിയില്ല. അല്ല, എനിക്ക് വിശ്വാസം പുൽകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സംശയം തീരണ്ടേ? ആ സംശയം ഇന്നി അനല്ലാ അതാ സംശയം തീർത്തോ? ഇന്ന് ഞാനെന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം ഇതാണ്: ഈ പറഞ്ഞിരിക്കുന്ന ഖുർആനായത്തിന്റെ അകത്ത് എവിടെയാണ് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചെന്നുള്ളതാണ് എന്റെ ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ തന്നെയാണ് ഇത് സംസാരിക്കുന്നത് ജനങ്ങളോട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സംസാരിക്കുകയാണ്. എന്താ അള്ളാഹു പറഞ്ഞ കാര്യം? ഇന്നി അനല്ലാ, ഞാൻ അള്ളാഹു ആണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടിട്ട് കൽപ്പിക്കുകയാണ്. അല്ല, എന്റെ ചോദ്യം അതല്ലല്ലോ. എന്റെ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് 1 മുതൽ 114 അധ്യായമുള്ള ഖുർആന്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതാ ഫഅ്ബുദുനി, നീ എന്നെ ഏത് ദുനിയുടെ? അത് തന്നെ. അത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇടനിലക്കാരനില്ലാതെ ഉണ്ടോ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഡ്യൂട്ടി തന്നെ പ്രവാചകന്. ഡ്യൂട്ടി ഒന്നുമല്ല. എന്റെ ചോദ്യം എത്ര ഉള്ളു. ഈ ജിബ്രീൽ ഇല്ലാതെ ഒരായത്തെങ്കിലും ഇറക്കി കൊടുത്തിട്ടുണ്ടോ? ജിബ്രീൽ ഇല്ലാതെ ഇറക്കി കൊടുത്ത 2 ആയത്ത് ഖുറാനിൽ, 2 ആയത്ത് ജിബ്രീൽ രണ്ടായത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഈ ആയത്ത് ജിബ്രീൽ മുഖാന്തരമാണോ നേരിട്ടാണോ? ജിബ്രീൽ അലൈഹി സ്വലാം മുഖാന്തരമാണ് ഈ ആയത്ത്. ശരിയാണ്. അന്നേരം ഇപ്പൊ ഈ ആയത്ത് എന്തെക്കാളും മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചതല്ല, ജിബ്രീൽ മുഖാന്തരമാണ്. ഉറപ്പാണേ സലാമേ? ഓക്കെ ആണ്. ഇത് മുഹമ്മദിനോടാണോ മൂസയോടാണോ സംസാരിച്ചത്? മൂസ. അപ്പൊ പിന്നെ മുഹമ്മദിനോട് സംസാരിച്ചതെന്ന് താങ്കൾ പറഞ്ഞു. മൂസാ നബിക്ക് ഇറക്കി കൊടുത്തത് അറബി ഭാഷയിലല്ല അജീഷെ. താങ്കൾക്ക് എന്താ അറിയില്ലേ? ഖുർആൻ അറബി ഭാഷയിലെ അജീഷെ, അറബി ഭാഷയിലെ. ഈ ഞരമ്പെല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു പൊട്ടിക്കണ്ട. അവിടെ നിൽക്കി, ഞാൻ പറയുന്നത് കേക്കട്ടെ. ഒരു മിനിറ്റ്. അല്ല സലാമെ, ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. താങ്കളോട് ഞാൻ ചോദിച്ചത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണോന്ന് പറഞ്ഞ ഒരു ആയത്ത് തരാമെന്ന് ചോദിച്ചപ്പോ നേരെ ത്വാഹ എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ 13-14 വായിക്കാൻ പറഞ്ഞു.
ആ പറഞ്ഞതിന്റെ അകത്ത് ഇത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ആയത്താണെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ചോദിച്ചത് മൂസയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു മൂസയോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മുഹമ്മദിനോട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ നേരിട്ട് പറഞ്ഞ ഒരു ഖുർആൻ ആയത്തുണ്ടോ ഖുർആന്റെ അകത്ത്? മൂസയോട് പറഞ്ഞതാണെന്ന് ഇത് മൂസയോട് പറഞ്ഞ ആയത്തല്ലേ ഇത്? മൂസയോട് 25 പ്രവാചകന്മാർ ഖുർആൻ ഷരീഫിലുണ്ട്, അതറിയാവുക? 25 പ്രവാചകന്മാർ അറിയാവുക? ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന 25 പ്രവാചകന്മാർ, ഷുഐബ്, യാക്കൂബ്, സക്കരിയ, യഹ്യ, എല്ലാ പ്രവാചകന്മാരുടെ പേരുകൾ അടക്കം പറയുന്നുണ്ട്. അവരുടെ ഷോർട്ടായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അയ്യോ 8 ആയുള്ളൂ. അല്ല എനിക്ക് നമ്മുടെ അത് പറഞ്ഞു അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പോകുന്നേ, അത് വേറെ ചോദ്യം കിടപ്പുണ്ട് അതിന്റെ അത്. അല്ല ഇതിപ്പോ എന്തൊക്കെയാണ് മുഹമ്മദിനോട് പറഞ്ഞതല്ല സലാമെ, ഇത് എന്തൊക്കെയാണ് മൂസയോട് പറഞ്ഞതാ, ശരിയല്ലേ? ഇത്രക്ക് ഈ വലിച്ചു കീർന്ന എന്തിനാന്നേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ചെവി കേൾക്കാവുന്ന ആൾക്കാർ, ഒരു കുഴപ്പമില്ല. പൊട്ടിപ്പോവുകയാണ് ഇന്ന്. അപ്പൊ സലാമ എന്റെ ചോദ്യം എന്തൊക്കെയാണ് ഈ ആയത്ത് മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചതല്ല എന്നുള്ള കാര്യം സലാമിന് ഉറപ്പായി, ശരിയല്ലേ? തീർച്ചയായിട്ടും നേരിട്ട് തന്നെയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് കൊടുത്ത ഡ്യൂട്ടി കണക്കായിട്ട് തന്നെയാണ് ഇറക്കി കൊടുക്കുന്നത്. സലാമ് നേരത്തെ പറഞ്ഞു പിന്നെ മുഹമ്മദിന്റെ അടുത്ത് ആകെ 2 ആയത്തെ നേരിട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി മുഴുവനും മലക്ക് വഴി ഇറക്കിയതാണെന്ന് പറഞ്ഞു. അത് മിറാജിന്റെ രാത്രിയിൽ മിറാജിന് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബുറാക്ക് എന്ന വാഹനത്തിൽ. നിങ്ങൾ കളിയാക്കലില്ലേ? ബുറാക്ക് ബിറാക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളിയാക്കലില്ലേ? ഞാൻ കളിയാക്കിയിട്ടില്ല. കളിയാക്കലുണ്ട് പല ആൾക്കാരും. ബുറാക്ക് എന്ന വാഹനത്തിൽ ബുറാക്ക് എന്ന് പറഞ്ഞ് കളിയാക്കരുത് കേട്ടോ, പുള്ളിക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ സലാമ എന്തൊക്കെയാണ് ഈ 20-ാം അധ്യായത്തിന്റെ 13, 14 എന്തൊക്കെ അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞതല്ല, ഈ മലക്കും അള്ളാഹു മൂസയുമായിട്ടുള്ള സംസാരമാണിത്, ശരിയല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ മുഴുവനും വേണമെന്നില്ല ഖുർആനിൽ, മനസ്സിലായ? മൂസാ നബിയുടെ ഭാഗങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ മൂസാ നബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. മൂസാ നബിക്ക് കൊടുത്ത ദൗവത്ത്, അതിന്റെ ദൗത്യം എന്താണെന്നും പറഞ്ഞു കൊടുക്കും. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ജനതയോട് കാണിച്ചു കൊടുത്ത ദൗത്യവും പറഞ്ഞു കൊടുക്കും. എന്താണ്? ഇന്നി അനല്ലാ പറയുക. എന്താ പറയാ? ഞാൻ അല്ലാഹു ആണ്, ഫഅ്ബുദുനി, എന്നെ നീ ആരാധിക്കുക. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? ഇത് അജീഷിനോടാ പറയുന്നത്. അജീഷിനോട് ഞാൻ മൂസയല്ല, ഞാൻ തുണിയില്ലാതെ എന്റെ കല്ലേ എന്നും പറഞ്ഞു പുറകിനോടിയ മൂസയല്ല ഞാൻ. മൂസയല്ല ഞാൻ. അജീഷ് ബ്രദറെ, ഇയാൾക്ക് സിഹറുണ്ടോ? സത്യ ബ്രദറെ, അങ്ങനൊന്നും ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ പ്രത്യേകം ചോദിക്കരുതെന്ന്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകം ചോദിക്കരുത്. സലാമെ, ഞാനിത് മൂസയല്ല, കല്ലേ എന്റെ തുണിയെന്നും പറയുന്നത് ഓടിയ മൂസയല്ല ഞാൻ. അതുകൊണ്ട് ഇത് എന്നോട് പറഞ്ഞതല്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അന്ത്യപ്രവാചകൻ എന്ന് വെച്ചാൽ സ്വഹീഹുൽ ബുഖാരി അധ്യായം 2 ഹദീസ് നമ്പർ 11 ആയിഷയിൽ നിന്ന് നിവേദനം. അല്ല പറയുന്നേക്ക്, അല്ല ഹദീസിലേക്ക് പോയതല്ല ഞാൻ. അയ്യോ സലാമെ, ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്കും. ഒരു സത്യവിശ്വാസി എങ്ങനെ ആകണം? അല്ല ഖുറാൻ കഴിഞ്ഞിട്ടില്ല. അല്ല സലാമെ, ഖുറാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഹദീസിലേക്ക് പോയതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹദീസിലേക്ക് പോയ കാര്യം ഞാൻ പറഞ്ഞതാണ്. സ്വഹീഹുൽ ബുഖാരി മുഹമ്മദിനെ യഥാർത്ഥ ഒരു മുസ്ലിം, ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദിനെ പറ്റിയോ ഇസ്ലാമിന്റെ മാതാക്കളെ പറ്റിയോ ആരെങ്കിലും പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യൻ മിണ്ടാതിരുന്ന് കേൾക്കുമെന്ന് ഞാൻ ഇസ്ലാമിക കർമ്മശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഹദീസ് എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രം സംസാരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവാചകനോടും നിങ്ങളുടെ ഇസ്ലാമിന്റെ മാതാക്കളോടും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഞാൻ ഹദീസ് പറഞ്ഞ ഇതാണ്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 2 ഹദീസ് നമ്പർ 11 പ്രകാരം ആയിഷ നിവേദനം, പിതാവ് ആയിഷയിൽ നിന്ന് നിവേദനം. ഞാൻ അല്ല, നിങ്ങൾ മ്യൂട്ട് ചെയ്യും, ഞാൻ സംസാരിക്കണ്ടേ? അല്ല നിങ്ങളല്ലല്ലോ, നിങ്ങൾ മ്യൂട്ട്, ഞാൻ മ്യൂട്ടായി കഴിഞ്ഞാൽ ഞാൻ ഹദീസ് എന്താണെന്നുള്ളത് കേക്ക് സുഹൃത്തെ, ഹദീസ് എന്താണെന്നുള്ള കേക്ക്, എന്നിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞു ഒരാള് മുഹമ്മദിനെ പറ്റിയ കാര്യങ്ങൾ പറയുമ്പോഴത്തേന് ശ്രദ്ധയോടെ കേൾക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞ് വായിച്ചു കേൾപ്പിക്കാം. സത്യവിശ്വാസം എന്ന് പറഞ്ഞുള്ള അധ്യായം സ്വഹീഹുൽ ബുഖാരി അധ്യായം 2 ഹദീസ് നമ്പർ 11. ഇല്ലാന്ന് ഞാനിതൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ താഴെ എന്നെ ആരാധിക്കണമെന്നല്ല, ഇന്ന് അള്ളാഹു ആരാണെന്നുള്ളത് പറഞ്ഞിട്ട് പോയാൽ മതി.
ഖുറാന്റെ അകത്ത് 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് എവിടെയെങ്കിലും ഖുറാന്റെ അകത്ത് സത്യവിശ്വാസി നമ്മേക്കാളും ബന്ധുപുത്രാദികളെക്കാളും സ്വന്തം ജനങ്ങളെക്കാളും മുഹമ്മദിൽ സത്യവിശ്വാസിയാണെന്ന് കാണുന്ന കള്ളപ്രവാചകനല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് സലാം എന്നുണ്ടെങ്കിൽ ഖുറാന്റെ അകത്ത് എവിടെയാണ് 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയാണ് സലാമെ നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ആയത്തുള്ളത്? എവിടാ പറഞ്ഞിരിക്കുന്നത്? ഈ അള്ളാഹു എന്ന് പറയുന്നവൻ എവിടാ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദിനോട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം നേരിട്ട് പറഞ്ഞ ഒരു ആയത്തെട്? എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെ പറഞ്ഞിരിക്കുന്നു? ഒരു മിനിറ്റ്, എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെ പറഞ്ഞിരിക്കുന്നു? മുഹമ്മദിനോട് നേരിട്ട് അള്ളാഹു പറഞ്ഞ ഒരു ആയത്ത് ഇങ്ങോട്ട് വന്നേക്കോ. 14-ാമത്തെ ആയത്ത് മുഹമ്മദിനോട് പറഞ്ഞതാണോ മൂസയോട് പറഞ്ഞതാണോ? ഞാനേ വൃഷ്ണവീക്കം വന്ന മൂസയല്ലെന്നേ, ഞാൻ കല്ലുമായിട്ട് ഓടിയ മൂസയല്ല, ഞാൻ അജീഷാണ്. മനസ്സിലായോ? ആ ഹദീസ് എന്താണെന്ന് കേട്ടിരുന്നെങ്കിൽ താങ്കൾ ഇത്രയും സംസാരിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഈ സംസാരം നമ്മൾ തമ്മിലുള്ള സംസാരം തീർന്നേനെ. മനസ്സിലായോ? ഞാൻ പറയാൻ വന്ന ഹദീസ് താങ്കൾ കേട്ടിരുന്നെങ്കിൽ അള്ളാഹു ദൈവമാണെന്ന് ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയാൻ വന്ന ഹദീസ് താങ്കൾ കേട്ടിരുന്നെങ്കിൽ അള്ളാഹു ദൈവമാണെന്ന് താങ്കൾ തന്നെ സ്ഥാപിച്ചിട്ട് ഇവിടുന്ന് പോയേനെ. അതുകൊണ്ട് ഇനി ആ ഹദീസ് വായിക്കുന്നില്ല, നമുക്ക് ഖുറാനിൽ തന്നെ നിൽക്കാം. ഓക്കെ, എവിടെ സ്ഥാപിച്ചു? ഇതുപോലെ കള്ളത്തരം പറയുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? എവിടെ പറഞ്ഞിരിക്കുന്നു? ഈ ഒരു പണ്ഡിതന്മാർ പോലും പറഞ്ഞിട്ടില്ല, ലോകത്തുള്ള ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചതാന്ന് ഒരു പണ്ഡിതന്മാർ ഉലകത്ത് പറയാതിരിക്കെ സലാമിനെ പോലുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ്. നെഞ്ചി വിരിച്ച് നിന്നിട്ട് കള്ളത്തരം പറയാൻ സലാമിനെ പോലുള്ളവർക്കേ പറ്റത്തുള്ളൂ. സലാമെ നെഞ്ചി വിരിച്ച് നിന്നിട്ട് കള്ളത്തരം പറയാൻ സലാമിന് മാത്രമേ പറ്റത്തുള്ളൂ. സലാമിനെ പോലെ ഇതുപോലെ കള്ളത്തരം പറയുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ? ഹദീസിലേക്ക് പോയതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ ഹദീസ് ഖുറാനെ പറ്റി പറയുമ്പോ ഹദീസിലേക്ക് പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു മുസ്ലിം അല്ല, അത് വേറൊരു വശം. ഖുറാനിൽ നിന്ന് അള്ളാഹു ദൈവമാണെന്ന് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സലാമെ, ഞാൻ താങ്കൾക്ക് ആ ഹദീസ് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ താങ്കൾ ഇവിടെ ഇപ്പൊ ജയിക്കത്തില്ലായിരുന്നോ? ഇനി ഹദീസ് വായിക്കുന്നില്ല. എവിടെ ഫിനിഷ്ഡ്? നീ ഫിനിഷ്ഡ്. മുഹമ്മദിന്റെ മുൻകീറും നക്കീറും അവിടെ കിടന്ന് അടി മേടിക്കുന്നിടക്ക് നീ ഫിനിഷ്ഡ്. മനസ്സിലായോ? ആ നിങ്ങൾ ഹാപ്പി, ആ കോപ്പിയാണ്. മുഹമ്മദിന്റെ അടുത്ത് അള്ളാഹു എവിടാണ് നേരിട്ട് പറഞ്ഞിരിക്കുന്നതെന്നല്ലായിരുന്നു. കോയയുടെ കിളി പോയി കിടക്കാതെ, കോയയുടെ കിളി പറന്ന് കിടക്കുക. ഞാനൊരു കാര്യം പറയാം സലാമേ, ലോകത്തുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലും മുഹമ്മദിൽ വിശ്വസിക്കുന്ന, മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു ഏകദൈവമാണെന്ന് വിശ്വസിക്കുന്ന, ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിൽ ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും പറയത്തില്ല 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് സൂറത്ത് താഹയിലെ 13-ാമത്തെ ആയത്തും 14-ാമത്തെ ആയത്തും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിക്കുന്നതാണെന്ന് ഒരു ഇസ്ലാമിക പണ്ഡിതനും പറയാതിരിക്കെ താങ്കൾ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു കള്ളത്തരം കായംകുളം കൊച്ചുണ്ണിയെ പോലെ പോവുകയാണ്. കാരണം താങ്കൾ ഇത്രത്തോളം വലിയൊരു കള്ളത്തരം പറയാൻ വേണ്ടി ഇവിടെ കേറി വന്നല്ലോ. ഇത്രക്ക് നാണം കെട്ട ഒരു മതമായി പോയോ കോയ ഇത്? നാണം കെട്ട ഒരു ജീവിതം ജീവിക്കുന്നത് നിന്നെ പോലൊരു അല്ലല്ല. ഈ പുള്ളി വന്നിട്ട് ആദ്യമേ പറഞ്ഞു ഊരിയെടുക്കുന്നത് കുതിരയാണ്, വലിച്ചെടുക്കുന്നത് കുതിരയാണെന്ന് പറഞ്ഞു. കുതിര കാണിച്ചു തരാൻ പറ്റില്ല. കുതിര ഇതുവരെ കാണിച്ചു തരാൻ പറ്റില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ 28 അക്ഷരം വേണ്ട, നീ 28 അക്ഷരം വേണ്ട. നിനക്കൊരു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, 28 അക്ഷരം വേണം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ഒറ്റ ആയത്ത് കൊണ്ട് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് ഒരു ആയത്ത് കാണിച്ചു. എവിടെ ഇവിടെ താഴെ ഇരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ളവരെല്ലാവരും
ഒന്ന് വോട്ടിട്ട് ഒരു വോട്ട് അവന്റെ എടുക്കാം. കിളി പറന്ന് കിടക്കാണ്, കിളി മോനെ പറന്ന് കിടക്കാണ്. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ താഴെ തിറക്കിക്കോ. ഈ സലാം ഒരു എന്നെ വോട്ട് മ്യൂട്ട് ചെയ്ത് അങ്ങനെ വേണ്ട. നിന്നെ ആര് താഴിലേക്ക് ഇറക്കാനാ സലാമേ? സലാമെ നിന്നെ താഴിലേക്ക് ഇറക്കൂല. ഒരൊറ്റ ആയത്ത് സൂറത്ത് ത്വാഹയിലെ 14-ാമത്തെ ആയത്ത് കൊണ്ട് നീ പൊട്ടി പാളീസായി. നീയും മുഹമ്മദുമാണ് പൊട്ടിപ്പാളീസ്. നീ പൊട്ടി പാളിഷായിട്ട് നിൽക്കുകയല്ലേ? നീ അറിയാവുന്ന പണ്ഡിതന്മാരോട് പോയി ചോദിക്കണേ എടുക്കാം. നീ അറിയാവുന്ന പണ്ഡിതന്മാരോട് പോയി ആരാ താഴിലേക്ക് ഇട്ടവനെ? വോട്ട് എടുക്കാം, വോട്ട് എടുക്കാം. നീ അറിയാവുന്ന പണ്ഡിതനോട് പോയി ചോദിക്കുക കേട്ടോ. നീ അറിയാം അവന്റെ ഫിനിഷുമായിട്ട് വന്നിരിക്കുന്നു. എവിടെ അവൻ? ഓടിയാ? നമ്മുടെ വെളിവില്ലാഹിയുടെ മകനെ താഴെ ഇടുന്ന പൊക്കിയെടുക്കും. താടിയും തൊപ്പിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് നമ്മളെ കാണുമ്പോഴല്ലേ ഒരു ഈമാനുള്ള മനുഷ്യനാന്ന് ചിന്തിക്കണ്ടേ അവനൊക്കെ? എവിടെ എവിടെ പോയി? കാണുന്നുണ്ടോ? ഓടിയോ? നമ്മളിട്ടതായിരിക്കത്തില്ല. അത് ആ ലാപ്ടോപ്പ് വെച്ച് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ലാപ്ടോപ്പ് നോക്കിയാ തന്നെ പോയതാണോ അല്ലയോന്ന്. എവിടെ? ആളെ കാണുന്നില്ല. ആ വഴിയൊക്കെ ഓടി കാണുമെന്നേ. ഒന്നുമില്ലെങ്കിൽ അജീഷ്വതേ, നമ്മുടെ ഈ ഹാരിഫ് ഹുസൈനെ അറിയോ? അറിയാം. ആരിഫ് ഹുസൈൻ ഇവനാ തോന്നുന്നു 2 ദിവസം മുമ്പ് വിളിച്ചത്. ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. ഇവരാ വിളിച്ചത് തോന്നുന്നു. ഇവര് സൗണ്ട് കേട്ട് വിളിച്ചത്. അതെ ഞാനത് കണ്ടായിരുന്നു. ഇതുപോലെ തെറി വിളിക്കുന്ന ഇതേ സൗണ്ട് ആയിരുന്നു. സത്യം ഇവൻ തന്നെയാ, ഉറപ്പാ. ഒരു നല്ലൊരു ഉപസംഹാരം നടത്തണം അജീഷ് ബദറെ. രാജാ ബദറിന് എന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചുകൊണ്ട് വന്ന ആളാണ് എന്റെ ഒരു മിനിറ്റ്. എന്റെ ഹെഡ്സെറ്റ് താഴെ വീണ് വലിഞ്ഞു പോയി. അന്നേരം ഞാൻ വേറൊരു ഹെഡ്സെറ്റ് കുത്തിക്കോട്ടെ. ഒരു മിനിറ്റ്. താഴെ ഞാൻ അറിയാതെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു മിനിറ്റ്. പറയുന്നത് കേക്കാവോ? ഹലോ, കേക്കാവോ? ഒരു മിനിറ്റ്. ഇതിനൊരു ഉപസംഹാരം ഇപ്പൊ കേക്കാവോ? ഓക്കെ. അതിനൊരു ഉപസംഹാരം നടത്തിയില്ലെങ്കിൽ മോശമാണ്. ഒന്നുമില്ലെങ്കിൽ ഈ താടിയും വെച്ച് തലേ തൊപ്പിയും വെച്ച് നിങ്ങളുടെ ആൾക്കാർ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടപ്പോ തന്നെ ആലോചിക്കേണ്ടത് അത്യാവശ്യം ഈമാനുള്ള ഒരു മനുഷ്യനായി ഇരിക്കുന്നതെന്ന്. അപ്പം ഈ അവന്റെ സ്വാഹ തന്നെ നമുക്ക് എടുക്കാം. സ്വാഹയില് അതിന്റെ ഞാൻ ഇമാം റാസിയുടെ തഫ്സീറാണ് വായിക്കുന്നത്. ഇതിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ഖുറാൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് പറയുന്നത് അതിന്റെ 9-ാമത്തെ ആയത്ത്, മൂസയുടെ വർത്തമാനം നിനക്കറിയില്ലേ? അവനൊരു തീ കണ്ടപ്പോൾ തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, നിൽക്കൂ, ഞാനൊരു തീ കാണുന്നു. ഞാൻ പോയി അതിൽ നിന്നൊരു തീക്കൊള്ളിയുമായി വരാം. അല്ലെങ്കിൽ തീയുടെ അടുത്ത് ഒരു വഴികാട്ടിയെ കണ്ടേക്കാം. 11-12 ചേർത്ത്. അങ്ങനെ മൂസ അതിനടുത്ത് ചെന്നപ്പോൾ വിളിക്കപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാൻ നിന്റെ രക്ഷിതാവുന്നു. അതിനാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു നോക്കൂ, നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാണ്. ഇത് തന്നെ ആ മൂസയും മോശമായിട്ടുള്ള വ്യത്യാസം കേട്ടോ. ഇനി 13-14, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിനാൽ നിനക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. തീർച്ചയായും ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ നീ എന്നെ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. ഇത് പണ്ഡിതന്മാരെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നത് ഇവിടെ വായിച്ചു നോക്കാം. ഇമാം റാസിയുടെ തഫ്സീറാണ് കേട്ടോ. എടാ കുഞ്ഞെ, നീ പറഞ്ഞ അമാനു മൗലവിയല്ലേ, അതിനും കാലങ്ങൾക്ക് മുമ്പേ ഉള്ള തഫ്സീർ കേട്ടോ. പ്രവാചകലബ്ധിക്ക് പ്രത്യേകമായ യോഗ്യത വേണമെന്ന് ഈ സൂക്തം വ്യക്തമാക്കുന്നു. ഈ ഉന്നത ഉദ്യോഗം മൂസാ നബിക്കാണ് ലഭിച്ചത്. ആദ്യമേ അദ്ദേഹത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തതിലാണ് അല്ലാഹുവിന്റെ ഈ വചനം അറിയിക്കുന്നു. കാളി പറയുന്നു, ശുവൈബും മറ്റു പ്രവാചകന്മാരും നിർവഹിച്ചിരുന്ന നമസ്കാരം മൂസയ്ക്ക് അറിയുമല്ലോ, അതിനാൽ ഇത് പുതിയൊരു നമസ്കാരവുമാകാം എന്ന വ്യാഖ്യാനമാണ് കൂടുതൽ ഉചിതം. അപ്പൊ ബാക്കിയുള്ള പണ്ഡിതന്മാരും പ്രവാചകന്മാരും നിസ്കരിച്ചതിനേക്കാൾ വ്യത്യസ്തമായ ഒരു നിസ്കാരം ഇപ്പൊ മൂസയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. മുറുകെ പിടിച്ചോണേ മൂസയെ. മുജാഹിദ് പറയാണ്,
നമസ്കാരത്തിൽ എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരത്തിൽ ധാരാളം ദിക്കറുകൾ ഉണ്ടല്ലോ. എല്ലാം ചോദ്യചിഹ്നമാണ് കേട്ടോ. ഇനി കത്താത പറയുന്നു, നബി പറഞ്ഞു, ആരെങ്കിലും നമസ്കാരം മറന്നാൽ ഓർമ്മ വരുമ്പോൾ അത് നിർവഹിക്കണം, അതിന്റെ പരിഹാരം അതാണ്. പിന്നെ നബി ഈ വചനം ഓതി. മനസ്സിലായോ? ഇത് മൂസയോട് പറയുന്ന ആയത്താണ്. 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെ അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് നിങ്ങൾക്ക് തരുവാൻ സാധിക്കത്തില്ല മേത്തന്മാരെ. മനസ്സിലായോ? നീ ഇവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ചല്ലോ, സലാം കാര്യമുണ്ടോ, നീ ഇവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ചല്ലോ, നീ അങ്ങ് വിജയിച്ചു എന്ന്. എവിടെ വിജയിച്ചു? നീ അള്ളാഹുവിനെ ആദ്യത്തെ കാര്യം തന്നെ ഞാൻ വായിക്കാം. ഇത് അമാനുമാരുടെ തഫ്സീർ എടുത്ത് വായിക്കാൻ പറയും. അമാനുമാരുടെ തഫ്സീറിന്റെ അകത്ത് നിങ്ങൾക്ക് കേൾക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ക്രിസ്ത്യൻ ക്ലബ് ഹൗസ് മലയാളം എന്ന് പറയുന്നവനോട് പറയുകയാണ് ഇതെങ്ങാനും എടുത്തോണ്ട് പോകരുത്. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. നാണം കെട്ട പണി കൊണ്ട് നീ ജീവിക്കാൻ നടക്കരുത്. എന്നെ കൊണ്ട് പറ്റുന്ന പണിയെടുത്ത് നീ ജീവിക്കും. 52:27 ആ പുസ്തകം എടുക്കുന്നതിന്റെയാണ് ഈ താമസം വരുന്നത്. ആർക്കും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു കുഴപ്പമില്ല. ആ ഇവിടെ ഞാൻ ആദ്യമേ ഇമാം റാസിയുടെ തഫ്സീറിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നതും അമാനുവലുടെ തഫ്സീറിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇമാം റാസിയുടെ തഫ്സീറിന്റെ അകത്ത് അമാനുവലുടെ തഫ്സീറിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇമാം റാസിയുടെ തഫ്സീറിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതിന്റെ ഇമാം റാസിയുടെ തഫ്സീർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഊരിയെടുക്കുന്നവ വലിച്ചെടുക്കുന്നവ ഒന്നുമല്ല. അതിൻ്റെ അകത്തൊന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇവന്മാർ കൊണ്ടുവന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ വെള്ളം പൂശാൻ വേണ്ടിയുള്ള തരികിട പരിപാടിയൊക്കെ നടത്തുക എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവനൊക്കെ എത്രത്തോളം വൃത്തികെട്ടവനാണെന്നുള്ളത്. ഇത് നമ്മുടെ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്നാണ് വായിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 78 നിങ്ങൾ ഇതിന്റെ പരിഭാഷയിൽ അറബിയിൽ എന്നിട്ട് ഇത്രയും വ്യത്യാസം ഉണ്ടല്ലോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ലീസിസ്റ്റിൻ്റെയിലൊക്കെ പരിഭാഷ ഇരിപ്പുണ്ടല്ലോ. ഇമാം റാസിയുടെ തഫ്സീർ വായിക്കുകയാണ്. 1 ആഞ്ഞു വലിച്ചെടുക്കുന്നവയും ഒന്നാമത്തെ ആയത്ത്. 2 സാവധാനം ആനയിക്കുന്നവയും. 3 അതിവേഗം കുതിക്കുന്നവയും. 4 മത്സരിച്ച് മുന്നേറുന്നവയും. 5 കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായ മലക്കുകളാണ് സത്യം. ഇതാണ് ഇമാം റാസിയുടെ 79-ാമത്തെ അധ്യായം വലിച്ചെടുക്കുന്നവ എന്ന് പറയുന്നിടത്തുള്ളത്. ഇനിയും അമാനുവലയുടെ വായിക്കാം. മക്കയിൽ അവതരിപ്പിച്ചതാണ്. പരമകാരുണ്യനും കരുണാനിധിയും അള്ളാഹുവിന്റെ നാമത്തിൽ. 1-ാമത്തെ ആയത്ത്. മുഴുകി പ്രവേശിച്ചു ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. 2 വേഗതയിൽ അഴിച്ചു വിടുന്നവ തന്നെയാണ്. 3 ഒഴുക്കൊഴുകി വരുന്നവ തന്നെയാണ്. 4 എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ്. 5 എന്നിട്ട് കൽപ്പന ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ്. ഇത്ര ഉണ്ട്. ബാക്കിയുള്ള നിങ്ങളുടെ അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഭാഗം കൂടെ കാണും. എങ്ങനെ അറിയോ? മുഴുകി പ്രവേശിച്ച് നിർദ്ദയം ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. സത്യം ബ്രാക്കറ്റിലാണ്. വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. സൗമ്യമായി എന്നുള്ളതും സത്യം എന്നുള്ളതും ബ്രാക്കറ്റിൻ്റെ അകത്താണ്. ഒരു ശക്തമായ ഒഴുക്ക് ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം. ശക്തമായ എന്ന് പറയുന്നതും സത്യം എന്ന് പറയുന്നതും രണ്ടും ബ്രാക്കറ്റാണ്. എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം. സത്യം എന്ന് പറയുന്നത് ബ്രാക്കറ്റിലാണ്. എന്നിട്ട് കൽപ്പന വ്യവസ്ഥ പ്രകാരം ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്നുള്ളതും സത്യം എന്നുള്ളതും ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് ബ്രാക്കറ്റിലാണ്. ഞാൻ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് ഞാൻ വായിച്ചു. ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ അകത്ത് എവിടെയും ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ അകത്ത് 5-ാമത്തെ ആയത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നവയുമായ മലക്കുകളാണ് സത്യം. ഇമാം റാസിയെ കടത്തി വെട്ടിക്കൊണ്ട് 5-ാമത്തെ ആയത്തിൻ്റെ അകത്ത് മലക്കെന്ന് പറയുന്ന ഒരു സംഭവം അമാനു മൗലവിയുടെ തഫ്സീറിൻ്റെ അകത്ത് വന്നിട്ടേയില്ല. ഇനി
ഇത് കുതിരയെ പറ്റിയാണ് പറയുന്നത്, കഴുതയെ പറ്റിയാണ് പറയുന്നത്, ഇതൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ ഇത് ഇമാം റാസിയുടെ തഫ്സീറിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? മേൽപ്പറഞ്ഞ 5 വാക്കുകളും ഒരേ വസ്തുവിന്റെ വിശേഷങ്ങൾ ആകാം, അല്ലാതെയും ആകാം. ഉറപ്പില്ല കേട്ടോ, അള്ളാഹുവിനെ പോലെ ദൈവസങ്കല്പം. ആദ്യത്തെ സാധ്യത അനുസരിച്ച് മലക്കുകളാണ്. അന്നേരം ഇപ്പൊ അവിടെ കുതിരയില്ല, യുദ്ധമില്ല, ഇതൊന്നുമില്ല. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെല്ലാരും ഉറങ്ങിയോ? ഞങ്ങളെല്ലാം കുതിര ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി മനുഷ്യരുടെ ആത്മാക്കളെ അവരുടെ ശരീരത്തിൽ നിന്ന് ആഞ്ഞു വലിച്ചെടുക്കുന്നവ. നിഷേധികളുടെ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വലിച്ചെടുക്കൽ കഠിനമായിരിക്കും. അതാണ് ആദ്യ വചനത്തിന്റെ പ്രത്യേക സൂചന. ഇവൻ എന്താ പറഞ്ഞ? ആഞ്ഞു വലിച്ചത് എന്താണെന്നാ പറഞ്ഞത്? ടൂൾ കിറ്റ് കൊണ്ട് ആഞ്ഞു വലിച്ചെന്ന് എന്താണ്ട് സാധനം. ഒരു മിനിറ്റ്. ഒരു പട്ടി കയറി വന്നായിരുന്നു, അവനെ ഒന്ന് ഇറക്കി വിട്ടതാ. ആ പട്ടി ആരും എടുക്കരുത് കേട്ടോ. മേലെ ആ പണി കാണിച്ചേക്കരുത്. അവനെ ഇതാണ് അഹോരിപുത്രൻ. നിനക്കൊക്കെ ഉള്ള ഇപ്പൊ തരാൻ സമയമില്ല, ഇറങ്ങി പോടാ വിടുന്നു. അഹോരിപുത്ര, നീ പോയി വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കും. പോയിടുന്നു. അവൻ പോയിട്ട് 79 പറയുന്ന പണിയൊക്കെ ചെയ്യട്ടെ. പന്നിക്കുണ്ടായ കോഴിയാണോ? അജിലെന്ന് പറഞ്ഞു വരുത്തണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവൻ പറഞ്ഞത് ആഞ്ഞു വലിക്കുന്നത് കുതിരയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. കുതിരയാണെന്ന് ഇമാം റാസി എഴുതിയിട്ടില്ല. ഇനി അടുത്തത് രണ്ടാമത്തെ, സാവധാനം ആനയിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സാവധാനം ആനയിക്കുന്നത് വിശ്വാസികളുടെ ആത്മാക്കളെ ആകാം. കിണറ്റിൽ നിന്നൊരു ബക്കറ്റിൽ വെള്ളം കോരി സാവധാനം ഉയർത്തിയെടുക്കുന്നതിനുള്ള ഭാഷാപ്രയോഗമാണിത്. അത്രയ്ക്ക് സൂക്ഷ്മതയോടെയും അവധാനതയോടെയും ആകാം മലക്കുകൾ സത്യവിശ്വാസികളുടെ ആത്മാക്കളെ പിടിക്കുക. മൃദുവായും വേദനയില്ലാതെയും അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നിഷേധികളുടെ വിശ്വാസികളുടെ ആത്മാക്കളെ പിടിക്കുന്ന മരണത്തിന്റെ മലക്കുകളാണ് ആദ്യത്തെ 2 വചനങ്ങളുടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ അതായത് ബ്രദറെ ഇബ്രാഹിം റൈസിയുടെ ആത്മാവിനെ പിടിച്ച പോലെ ആയിരിക്കും അല്ലേ? ഇനി മൂന്നാമത്തേത് എന്താ പറഞ്ഞത്? കുതിരയെ പറ്റിയാണ്. അതിവേഗം. ഇന്നലെ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു അത് മണലാന്ന്. ഇന്നലെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ റൂമില്? ഒരുത്തൻ വന്നിട്ട് പറഞ്ഞ അത് മണൽ ഒഴുകി വരുന്നതിനെ പറ്റിയാ പറയുന്നത്. നൂക്കോട് ഒഴുകി വരുന്നത് മണൽ ഒഴുകി വരുന്നതാണ്. ഇവിടെ പറയാം മരുഭൂമിയിൽ മണൽ ഒഴുകി വരുന്നതാണെന്ന് ഇന്നലെ പറഞ്ഞു. മൂന്നാമത്തെ അതിവേഗം കുതിക്കുന്ന ആകാശത്ത് നിന്ന് മലക്കുകൾ വരുന്ന രീതിയാണ്. എന്റെ പൊന്നടവേ, ഇതുപോലും അറിയാൻ വയ്യാത്ത നീയാണോ വന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ട് കളിച്ചത്? ഇനി അടുത്തത് ഇനിയും ഇദ്ദേഹത്തിന്റെ അമ്മാനുമോരുടെ തഫ്സീറിന്റെ അകത്തൊന്ന് വായിക്കാം. മരണസമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ട് അള്ളാഹു ഈ വചനത്തിൽ സത്യം ചെയ്യുന്നു. ആര്? അള്ളാഹു ഈ വചനങ്ങളിൽ നിന്ന് സത്യം ചെയ്യുന്നു. അതോടൊപ്പം അവർ ആ കൃത്യം നിർവഹിക്കുന്നതിന്റെ സ്വഭാവവും ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ കുതിരയാണെന്നോ പടക്കോപ്പാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ ഈ കള്ളത്തരം പറയാൻ വേണ്ടി നീയൊക്കെ മുസ്ലിം ആണോ? നീയൊക്കെ കള്ളത്തരം പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ച ഒരു ഖുറാനായത്ത് തരാൻ പറഞ്ഞിട്ട് ഇവനിവിടെ കിടന്നുണ്ട് എന്ത് കാറിലായിരുന്നു സലാം ഞാൻ തന്നു ബൗദ്ധ. ഞാൻ വിചാരിച്ചു അവന്റെ അങ്ങോട്ട് കൊരവള്ളി അങ്ങോട്ട് പുറത്തേക്ക് വരുവാണെന്ന് കേട്ടോ. ഈ വയറും നിറഞ്ഞ് കൊരവള്ളി വരെ ഭക്ഷണം കഴിച്ച് നിറഞ്ഞു കഴിയുമ്പോ വായിക്കാത്ത വിരലിട്ട് ഛർദ്ദിച്ച് കളയുന്ന നടക്കാണ്ട് ബൗദ്ധയാന്ന് പറഞ്ഞിട്ട് എന്ത് ബഹളമായിരുന്നു ഇവിടെ. ഞാൻ വിചാരിച്ച അവന്റെ അലപ്പ് കേട്ടപ്പോ ഞാൻ വിചാരിച്ച അവന്റെ കൊരവളി നിന്ന് പൊട്ടിപ്പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഖുറാന്റെ അകത്ത് എവിടെയും സത്യദൈവമാണെന്ന് പറയാത്ത സ്ഥിതിക്ക്, അള്ളാഹു ഒരു ദൈവമാണെന്ന് പോലും ഖുറാൻ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യവാനായ ദൈവത്തെ കാണാം. എന്തെക്കാളും മരിച്ചു കഴിയുമ്പോഴത്തേനും കൊണ്ടുപോയി കുഴിയിലിട്ട് അടിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റത്തില്ല. മരിച്ചു കഴിഞ്ഞ് മയ്യത്തിനെ കൊണ്ടുപോയി കുഴിയിലിട്ടിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മയ്യത്തിനെ കണ്ടപ്പോൾ മുഹമ്മദ് എഴുന്നേറ്റ് ചെയ്യുന്നെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദ് ഇപ്പൊ കുഴി കിടന്ന് അടിമേടിക്കുക. നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം. ജൂതന്റെ മയ്യത്തിനെ കണ്ടപ്പോഴത്തേനും പുള്ളി എഴുന്നേറ്റ് ചെയ്യുന്നു. പക്ഷെ പുള്ളിയുടെ മയ്യത്തിനെ അവിടെ എടുത്തിട്ട് പെരുമ്പുറ കൊട്ടിക്കൊണ്ടിരിക്കുക, വീക്കേണ്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ഈ പറയൊക്കെ കണ്ടിട്ടുണ്ടോ? അമ്പലത്തിലെ പറ, ഈ ചെറിയ ഇതല്ലാതെ വലിയൊരു ഡ്രമ്മുണ്ട്, ഡം ഡം എന്ന് അടിച്ചുകൊണ്ട് കിടക്കുക. അതേപോലെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ, കബറിലിട്ട് അടിക്കുന്ന ഒരു ദൈവത്തെ പറ്റി കാണാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സകല ജാതികളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും.
അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം, സകല മനുഷ്യരെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ ക്രിസ്തുവിനെ പിന്തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും. ഇനി മേലെ ഖുറാൻ്റെ അകത്ത് അള്ളാഹു ദൈവമാണ്, മുഹമ്മദ് പ്രവാചകനാണെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. പിന്നെ 1 മുതൽ ഇങ്ങോട്ടുള്ള കുറെ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു. ആദം പ്രവാചകനാന്ന് ആര് പറഞ്ഞു? ഖുറാൻ്റെ അകത്തുണ്ടോ? ഖുറാൻ്റെ അകത്ത് ആദമിനെ പ്രവാചകനാക്കിയത് ആരാണ്? ആദം പ്രവചിച്ച സമൂഹം ഏതാണ്? ആദം പ്രവചിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് അടിച്ചിറക്കി ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോഴത്തേനും ഭൂമിയിൽ ഏത് മനുഷ്യരുണ്ടായിരുന്നു പുള്ളിയുടെ പ്രവചനം കേൾക്കാൻ? ഭൂമിയിൽ അന്നേരം മനുഷ്യർ വേറെ ഉണ്ടായിരുന്നോ തെറ്റി നടക്കാൻ? ഉണ്ടായിരുന്നോ? ഇനി അടുത്ത ആദം കഴിഞ്ഞ് ഓരോ പ്രവാചകൻ 1,00,000-ൽ പരം പ്രവാചകന്മാർ വന്നില്ല. എന്തേ 25 പ്രവാചകന്മാരെ മാത്രമാക്കിയത്? അടുത്ത ചോദ്യം, 25 പ്രവാചകന്മാരല്ലാതെ ബാക്കി ഒരു 5 പ്രവാചകന്മാരുടെ പേര് പറയാം. 5 പേര് ഏതൊക്കെ കാലഘട്ടത്തിലായിരുന്നു, ഏതൊക്കെ സമൂഹത്തിലേക്ക് അവര് പോയി, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം, ഏത് സമൂഹമാണ് നശിക്കപ്പെട്ടത്, അവര് തിരിച്ചു വന്നോ എന്നുള്ളത് തെളിവ് വരാൻ പറ്റുമോ? ആദത്തിന്റെ കാര്യം, ആദമിനെ പ്രവാചകനാക്കിയത് ആര്? ആദം പ്രവചിച്ച പ്രവചനം എന്ത്? ആദത്തിന്റെ പ്രവചനം കേട്ട സമൂഹം ഏത്? ആദത്തിന്റെ പ്രവചനം കേൾക്കാനുള്ള സമൂഹം ചെയ്ത തെറ്റെന്ത്? വല്ല സംഭവം തരാനുണ്ടോ? ഇബ്രാഹിം പ്രവചിച്ച പ്രവചനങ്ങൾ എന്താണ്? 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് കുറെ പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ടല്ലോ. വേണ്ട, ഈസ പ്രവചിച്ച പ്രവചനം എന്താണെന്നൊന്ന് പറയാമോ? ഈസ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, സകല പ്രവാചകന്മാരും സകല രാജാക്കന്മാരും സകല മനുഷ്യരും ഒരുപോലെ കാത്തിരുന്ന ഒരാളുണ്ട്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ പിന്തുടരുക. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.